Good afternoon, all. Good afternoon. Good afternoon. Good afternoon. Good afternoon, ma'am. Okay, good afternoon. Good afternoon, ma'am. Okay, good afternoon. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് വായിച്ചു നോക്കിയായിരുന്നോ? ബേസിക് ഓഫ് കമ്പ്യൂട്ടർ ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത്. അതിന്റെ ആപ്ലിക്കബിലിറ്റി അല്ലാതെ കൃത്യമായിട്ട് തന്നെ നമ്മുടെ എക്സൽ അല്ലെ അതുവരെയൊക്കെ കഴിഞ്ഞു. ഓക്കെ, എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? നെറ്റ് പ്രസന്റ് വാല്യൂ, NPVയുടെ ഫുൾ ഫോം നെറ്റ് പ്രസന്റ് വാല്യൂ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് നമ്മുടെ ഇന്റർനെറ്റ് ആണ് തുടങ്ങിയത്. അതിലെ ഇമെയിലും വോയിസ് ആൻഡ് വീഡിയോ കോള് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു അല്ലെ. നമുക്കിനി നോക്കാനുള്ളത് സോഷ്യൽ മീഡിയ അല്ലെ. അതെല്ലാം നമുക്കറിയാവുന്നത് തന്നെയാണ്. അതായത് വീഡിയോ കോളും വോയിസും അല്ലെ ഇപ്പോൾ മെയിൽ ചാറ്റിംഗ് ഒക്കെ അതിനേക്കാൾ ഉപരി നമുക്കറിയാം സോഷ്യൽ മീഡിയ തരംഗങ്ങളാണ് ഇപ്പോൾ ഉള്ളത് അല്ലെ. എല്ലാവരുടെയും മൊബൈലിലൊക്കെ ഫേസ്ബുക്കും ട്വിറ്ററും ഇൻസ്റ്റാഗ്രാം ഒക്കെയുണ്ട്. തീർച്ചയായിട്ടും നമ്മള് എല്ലാവരായിട്ടും അല്ലെ സോഷ്യലി നമ്മൾ എല്ലാവരായിട്ടും അല്ലെ അവിടെ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത് തന്നെ ഫേസ്ബുക്കൊക്കെ വഴിയാണ് അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും ഇതിൽ പ്രധാനമായിട്ട് നോക്കുകയാണെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് such as Facebook, Twitter, Instagram and LinkedIn have changed the way people communicate and share information online. ഓക്കെ, നമുക്കറിയാം പഴയ കാലഘട്ടത്തില് കത്ത് എന്ന് പറയുന്ന ആ ഒരു കാര്യം തന്നെ നമുക്ക് ഇല്ലാതെയായി അല്ലെ. നമുക്കറിയാം ഇപ്പൊ മൊബൈൽ യൂസ് ചെയ്ത് തന്നെ മെസ്സേജുകളെല്ലാം തന്നെ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഒക്കെ എളുപ്പത്തിൽ സാധ്യമാകും. നമുക്കറിയാം വ്യക്തികളെ കണ്ടുകൊണ്ട് തന്നെ നമുക്ക് മെസ്സേജുകളൊക്കെ പാസ് ഔട്ട് ചെയ്യാം അല്ലെ. These platform offer a vast reach of communication tools which includes status updates, comments such as direct messaging and video sharing. നമുക്കറിയാം ഇതിൽ കൂടിയാണെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ആശയവിനിമയം നടത്താൻ എളുപ്പമാണ് അല്ലെ. പലതരത്തില് അപ്ഡേഷൻസ് ഒക്കെ സമയാസമയത്തിൽ തന്നെയുള്ള കാര്യങ്ങൾ തന്നെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. നമ്മുടെ കമന്റുകളെ നമ്മുടെ ആഗ്രഹങ്ങൾ അനുസരിച്ചിട്ടുള്ള കമന്റ്സുകൾ അല്ലെങ്കിൽ സജസ്റ്റ് ഡയറക്റ്റ് മെസ്സേജുകളൊക്കെ വളരെ എളുപ്പത്തിൽ തന്നെ
നമുക്ക് കൈമാറാനായിട്ട് സാധിക്കുന്നു. നമുക്ക് ഇൻ കേസ് വീഡിയോ കൂടി ഉൾപ്പെടുത്തി കൈകാര്യം ചെയ്യേണ്ടതുണ്ടെങ്കിൽ അല്ലെ, അവിടെ തീർച്ചയായിട്ടും വീഡിയോ ഷെയറിംഗ് ഒക്കെ നടത്താനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ എനിവേ എന്തായാലും എളുപ്പത്തില് സമയത്തിന് അടിസ്ഥാനത്തിൽ തന്നെ നമുക്ക് ആവശ്യമുള്ള മെസ്സേജുകൾ അപ്പാപ്പ തന്നെ അപ്ഡേഷനോട് കൂടിയിട്ട് നമുക്ക് എല്ലാവർക്കും എത്തിച്ചു കൊടുക്കാനായിട്ട് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. And social media makes individual and the business able to connect, collaborate and engage with a broader audience. തീർച്ചയായിട്ടും നമുക്കറിയാം, എന്തെങ്കിലും ഒരു സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും ഒരു കാര്യം വന്ന് അല്ലെ, നമ്മള് ജസ്റ്റ് ഒന്ന് ചിലപ്പോൾ വേണമെങ്കിൽ എന്തെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഷെയർ ചെയ്യേണ്ട കാര്യങ്ങളാണെങ്കിൽ നമ്മൾ പരസ്പരം അത് ഷെയർ ചെയ്ത് എല്ലാവരിലേക്ക് എത്തിക്കും അല്ലെ. അപ്പൊ പെട്ടെന്ന് തന്നെ ഓഡിയൻസിനെ നമുക്ക് അല്ലെ ഒരുപാട് വ്യക്തികളെ നമുക്ക് അറിയിക്കേണ്ടതുണ്ടെങ്കിൽ അത് സന്ദേശം എളുപ്പത്തിൽ തന്നെ ഒരുപാട് പേരെ അറിയിക്കാനായിട്ട് ഇത് ഹെൽപ്ഫുൾ ആണ്. നമുക്ക് നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഫയൽ ഷെയറിംഗ് ആൻഡ് ക്ലൗഡ് സ്റ്റോറേജ്. ഓക്കെ, സോഷ്യൽ മീഡിയ ഓക്കെ അറിയാവുന്നതാണ് അല്ലെ, എന്തും പറയേണ്ടതില്ലല്ലോ. ഫയൽ ഷെയറിംഗ് ആൻഡ് ചെയ്യാലോ, ഫയൽ ഷെയറിംഗ് ആൻഡ് ക്ലൗഡ് സ്റ്റോറേജ് ആണ്. എന്താണ് ഫയൽ ഷെയറിംഗ്, ക്ലൗഡ് സ്റ്റോറേജ്? ഓക്കെ, നമുക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെയാണ് അതും. നമുക്ക് എന്താണ് ഇന്റർനെറ്റ് ബേസ്ഡ് ഫയൽസ്. ഇന്റർനെറ്റ് അതിൽ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇന്റർനെറ്റ് ബേസ്ഡ് ഫയൽസ് ഷെയറിംഗ് പ്ലാറ്റ്ഫോംസ് ലൈക്ക് ഗൂഗിൾ ഡ്രൈവ്, ഡ്രോപ്ബോക്സ് ആൻഡ് വൺ ഡ്രൈവ് മേക്ക് യൂസർ ഏബിൾ ടു ഷെയർ ആൻഡ് കൊളാബറേറ്റ് ഡോക്യുമെന്റ്സ്, ഇമേജ് ആൻഡ് അതർ ഫയൽസ്. ഓക്കെ, ഇതിലേക്ക് ഒരു പ്രത്യേകത എന്നൊക്കെ പറയുമ്പോൾ ഗൂഗിൾ ഡ്രൈവ് അല്ലെ, ഗൂഗിളിലൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എന്താ പ്രത്യേകത, കേസ് നമ്മുടെ മൊബൈൽ നഷ്ടപ്പെട്ടു പോയാലും നമുക്കറിയാം അതിലെ ഫയലിലെ കണ്ടന്റ്സ് ഒന്നും നഷ്ടപ്പെട്ടില്ല അല്ലെ. അത് നമുക്ക് നമ്മുടെ സൈറ്റ് അടിച്ചുകൊണ്ട് നമുക്ക് ആ ഒരു പാസ്വേഡ് അനുസരിച്ചിട്ട് തന്നെ ഏത് രീതിയിൽ നമുക്ക് അഡ്രസ്സിൽ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫയലുകളൊക്കെ അവിടെ കൃത്യമായിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും അല്ലെ. അപ്പൊ അതിന് സ്റ്റോറേജ് പരിമിതിയൊന്നുമില്ല. സോ അതുകൊണ്ട് തന്നെയാണ് നമുക്കറിയാം ഗൂഗിൾ ഡ്രൈവ്, ഡ്രോപ്പ് ബോക്സ് പോലെയുള്ള രീതികളിലൊക്കെ നമ്മൾ ഫയലുകളൊക്കെ സൂക്ഷിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലുള്ള പ്രത്യേകത ക്ലൗഡ് സ്റ്റോറേജ് ഫെസിലിറ്റിയാണ് അത് പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അതനുസരിച്ചിട്ട് തന്നെ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അല്ലെ, ഡോക്യുമെന്റ്സ്, ഇമേജുകളൊക്കെ അതെല്ലാം തന്നെ കൈകാര്യം ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ക്ലൗഡ് സ്റ്റോറേജ് സർവീസ് പ്രൊവൈഡ് കൺവീനിയന്റ് ആൻഡ് സെക്യൂർ വേ ടു സ്റ്റോർ ആൻഡ് ആക്സസ് ഫയൽസ് ഫ്രം എനിവെയർ ഫോർ സെറ്റിംഗ് സീംലെസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് കൊളാബറേഷൻ. അതില് പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ക്ലൗഡ് സ്റ്റോറേജ് എന്ന് പറയുമ്പോൾ എവിടെ വേണമെങ്കിലും അല്ലെ, ഏത് രീതിയിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയാലും ഇൻ കേസ് കമ്മ്യൂണിക്കേഷൻ നടത്തണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ എവിടെ ഇരുന്നിട്ട് വേണമെങ്കിലും നമുക്ക് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ ക്ലൗഡ് സ്റ്റോറേജ് എന്ന് പറയുമ്പോൾ അത്രയും സ്റ്റോറേജ് ഫെസിലിറ്റീസ് ഉള്ള നെറ്റ് സർവീസ് അല്ലെ, ഗൂഗിളിന്റെ ഒരു സർവീസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഈ രീതിയിലെല്ലാം തന്നെ നമ്മുടെ ഒരിക്കലും എന്താണ് നമ്മുടെ ഡാറ്റാസ് നഷ്ടപ്പെടാതെ തന്നെ അത് സെക്യൂർ ആയിട്ട് കാത്തു സൂക്ഷിക്കാനായിട്ട് അതുകൊണ്ട് സാധിക്കും എന്നുള്ളതാണ് ഇവിടെ എടുത്ത് പറയുന്നത്. ഓക്കെ, ഫയൽ ഷെയറിംഗ് ആൻഡ് ക്ലൗഡ് സ്റ്റോറേജ്. ഓക്കെ, അപ്പൊ ഓൺലൈനായിട്ട് നമുക്ക് ഫോൾഡറുകളും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും. ഇൻ കേസ് പണ്ടൊക്കെ നമ്മൾ ഈ പറഞ്ഞ മാതിരി മെയിലൊക്കെ നമ്മൾ മെസ്സേജുകളൊക്കെ സെൻഡ് ചെയ്തെങ്കിൽ ഇപ്പൊ നമുക്കറിയാം വലിയ വലിയ ഫയലുകളാണ് അത് ഷെയർ ചെയ്ത് പോകുന്നത് അല്ലെ. അപ്പൊ അത്രയും നമുക്കറിയാം ഇത്രയും ഫാസ്റ്റ് ആയിട്ട് തന്നെ ആ ഒരു ഇന്റർനെറ്റിന്റെ ആ ഒരു സർവീസ് നമ്മൾ ക്യാച്ച് ചെയ്യാനായിട്ട് തുടങ്ങിയിരിക്കുന്നു. അത് മാത്രമല്ല, ഇൻ കേസ് നമ്മുടെ ഈവൻ നമ്മുടെ ഫോണോ എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടു പോയാൽ പോലും നമ്മുടെ ഫയലിലെ കണ്ടന്റ്സ് ഒന്നും നഷ്ടപ്പെടാത്ത രീതിയിൽ ക്ലൗഡ് സ്റ്റോറേജ് ഫെസിലിറ്റീസ് ഉള്ള ഒരു രീതിയിലേക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം ഏത് സമയത്തും എവിടെ നിന്ന് വേണമെങ്കിലും നമ്മുടെ ഫയലുകൾ ആക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഓക്കെയാണോ? ഓരോന്നും മനസ്സിലാക്കി വെക്കുക. ഗൂഗിൾ ഡ്രൈവ് എന്ന് പറയുമ്പോൾ അതായത് നമുക്കറിയാം ഫോൾഡറുകളിൽ ഓൺലൈനായിട്ട് നമുക്ക് സംഭരിക്കാനായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് സഹായിക്കുന്നു. അതേമാതിരി തന്നെ നമുക്കറിയാം ഡ്രോപ്പ് ബോക്സ് എന്ന് പറയുമ്പോൾ ക്ലൗഡ് സ്റ്റോറേജ് ഫെസിലിറ്റിയോട് കൂടിയിട്ട് നമുക്ക് അതായത് ഒരിക്കലും നമ്മുടെ ഡാറ്റാസ് നഷ്ടപ്പെടാത്ത രീതിയിൽ നമുക്ക് ആക്സസ് ചെയ്യാനായിട്ടുള്ള ക്ലൗഡ് സ്റ്റോറേജ് ഫെസിലിറ്റി ഇത് പ്രൊവൈഡ് ചെയ്യുന്നു. പിന്നെ അതേമാതിരി തന്നെ ഇൻ കേസ് വൺ ഡ്രൈവ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ അല്ലെ എല്ലാ ഫയലുകളിലും നമ്മളെ ബന്ധിപ്പിക്കാനായിട്ട് തീർച്ചയായിട്ടും നമുക്ക് വേണമെങ്കിൽ എല്ലായിടത്തു നിന്നും അവരുടെ ഫയലുകളൊക്കെ ചിലപ്പോൾ വൺ ഫയലിലേക്ക് തന്നെ ബന്ധിപ്പിക്കാനായിരിക്കും അല്ലെ. ഒരു ഏത് സ്ഥലത്ത് ഇരുന്നിട്ടാണെങ്കിലും
ഓരോ ബ്രാഞ്ച് ഓഫീസൊക്കെ ആണെങ്കിൽ നമുക്കറിയാം ഓരോ ബ്രാഞ്ചിൽ നിന്നിട്ടായിരിക്കും അവർ വർക്ക് ചെയ്ത്, പക്ഷെ സെയിം ഒരു ഫയലിലേക്ക് വേണ്ടിയിട്ടായിരിക്കും അവർ ഇൻഫോർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്യുന്നത്. സോ ആ രീതിയിൽ നമുക്ക് എവിടെ ഇരുന്നിട്ട് വേണമെങ്കിലും നമുക്ക് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാനായിട്ട് എളുപ്പമാണ്. ഓക്കെ, അപ്പൊ ആ രീതിയിൽ മനസ്സിലാക്കി എടുക്കുക. അതിനുള്ള സൗകര്യങ്ങൾ അല്ലെ, ഫയലുകൾ ക്രിയേറ്റ് ചെയ്യാനും സ്റ്റോർ ചെയ്ത് വെക്കാനും ഒക്കെ ആയിട്ടുള്ള ഇന്നോവേറ്റീവ് ആയിട്ടുള്ള സ്റ്റോറേജ് ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ കാലഘട്ടത്തിൽ അവൈലബിൾ ആണ്. സോ ഫയൽ ഷെയറിംഗ് ആൻഡ് ക്ലൗഡ് സ്റ്റോറേജ്. ഓക്കെ, അപ്പൊ ഗൂഗിൾ ഡ്രൈവ് എന്താണ്, ഡ്രോബോക്സ് എന്താണ്, വൺ ഡ്രൈവ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻസ് ഒന്നും അങ്ങനെ വന്നിട്ടല്ല, പക്ഷെ മനസ്സിലാക്കി വെക്കുക. ഇതൊക്കെ ഫയലുകൾ ഷെയർ ചെയ്യാനും ഫയലുകളൊക്കെ സൂക്ഷിച്ചു വെക്കാനൊക്കെ ആയിട്ടുള്ള ഒരു ഫെസിലിറ്റി പ്രദാനം ചെയ്യുന്ന ഈ കാലഘട്ടത്തിന്റെ സവിശേഷമായിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റിലേക്ക് പോവാം. ഓക്കെ അല്ലേ? ചെയ്യാലോ? ഓക്കെ, അപ്പോ ഇനി നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഓരോന്നും അല്ലെ, ഇതിപ്പോ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം, ലിങ്ക്ഡിൻ എന്നൊക്കെ പറയുന്നത് എന്താണ് അല്ലെ, ഒരു അത് പെട്ടെന്ന് തന്നെ ഓർത്തിരിക്കുക. അത് സോഷ്യൽ മീഡിയ അല്ലെ, അതില് വരുന്ന കാര്യങ്ങളാണ്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളാണ് എന്തെന്ന് പറയുന്നത് ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം ഒക്കെ. അതേമാതിരി തന്നെ ഈ ഗൂഗിൾ ഡ്രൈവ്, ഡ്രോബോക്സ്, വൺ ഡ്രൈവ് എന്നൊക്കെ പറയുമ്പോൾ ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. അതായത് എന്താ പറയുക, കമ്പ്യൂട്ടറിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ബേസിക് ഓഫ് കമ്പ്യൂട്ടർ ആണ്, ജസ്റ്റ് മനസ്സിലാക്കി പോകാൻ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ഫേസ്ബുക്ക്, ട്വിറ്റർ എന്നൊക്കെ പറയുമ്പോൾ അതിന് ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക, ഇതൊക്കെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളാണ് അല്ലെ, നമ്മുടെ കമ്മ്യൂണിക്കേഷൻസ് അനായാസേനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ പ്ലാറ്റ്ഫോമാണ്. അതേസമയം ഫയൽ ഷെയറിംഗ് ആൻഡ് ക്ലൗഡ് സ്റ്റോറേജ് എന്നൊക്കെ പറയുമ്പോൾ ഗൂഗിൾ ഡ്രൈവ്, ഡ്രോപ്പ് ബോക്സ് എന്നൊക്കെ പറയുമ്പോൾ എന്താണ് സംഭവം എന്ന് മനസ്സിലാക്കി വെക്കുക. അതായത് നമ്മുടെ ഫയലുകൾ ഷെയർ ചെയ്യാനും സ്റ്റോറേജ് ചെയ്ത് അല്ലെ, നമ്മുടെ ഫയലുകൾ നഷ്ടപ്പെടാതെ എന്താണ് ക്ലൗഡ് സ്റ്റോറേജ് ഫെസിലിറ്റിയോട് കൂടിയിട്ടുള്ള ഒരു സംവിധാനങ്ങളൊക്കെയാണ് ഇവിടെ പ്രധാനമായിട്ടും മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കിയാണ് വെബിനാർസ് ആൻഡ് ഓൺലൈൻ പ്രസന്റേഷൻസ്. ഓക്കെ, നമുക്കറിയാം പല അല്ലെ, ഓരോ ഇടത്തിരുന്നും കൊണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ അല്ലെ ആശയവിനിമയങ്ങളൊക്കെ ഒരു വെബിനാർ സംഘടിപ്പിച്ചിട്ട് മറ്റുള്ളവരിലേക്ക് എല്ലാവരും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ സെമിനാറൊക്കെ സംഘടിപ്പിക്കണമെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് ഈ ഒരു ഫെസിലിറ്റിയും നമ്മുടെ ഇന്റർനെറ്റ് സൗകര്യങ്ങൾ ഒരുക്കി തരുന്നുണ്ട്. ഇന്റർനെറ്റ് കമ്മ്യൂണിക്കേഷൻ പെർമിറ്റ്സ് ഫോർ ദ ഹോസ്റ്റിംഗ് ഓഫ് webinar and online presentations where speakers can give out the content and the internet with the participants in real time. അല്ലെ, യഥാർത്ഥത്തിൽ നമ്മൾ എന്താണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അത് ഇപ്പോ നമുക്കറിയാം, ഇപ്പൊ നമ്മൾ തന്നെ അല്ലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്, അത് ഒരു ടീച്ചിങ് നിങ്ങൾ അവിടെ നിന്ന് അല്ലെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നു. സോ എന്താണ് അവിടെ നമ്മൾ പ്രസന്റ് ചെയ്യാണ്. നിങ്ങൾക്ക് അവിടെ കൃത്യമായിട്ട് തന്നെ നോട്ട്സുകൾ വരുന്നുണ്ട്, നമ്മുടെ ക്ലാസ്സുകൾ വരുന്നുണ്ട്. നിങ്ങൾക്ക് അങ്ങോട്ട് ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് നമുക്കറിയാം അവിടെ അഡ്മ്യൂട്ട് ആക്കി എല്ലാ ടൈമിലും തരുന്നില്ല എങ്കിലും കുറച്ച് സമയം നിങ്ങൾക്ക് അതിനുള്ള സാഹചര്യങ്ങൾ അവൈലബിൾ ആക്കുന്നുണ്ട്. മെസ്സേജ് അയക്കാനായിട്ടുള്ള പെർമിഷൻ തരുന്നുണ്ട്. സോ അങ്ങനെ വരുമ്പോൾ എന്താണ് നമുക്ക് നമ്മുടേതായിട്ടുള്ള ആശയങ്ങളെല്ലാം അല്ലെ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് തന്നെ മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം അവിടെ റെഡി ആയി കിട്ടുകയാണ് അല്ലെ. അപ്പൊ വെബിനാർസ് ഓൺലൈൻ പ്രസന്റേഷൻ ഒക്കെ നമ്മുടെ അറിയാം, അതൊക്കെ ഇന്റർനെറ്റിന്റെ സഹായത്തോട് കൂടിയിട്ടാണ് നമുക്കത് ചെയ്യാൻ പറ്റുന്നത് അല്ലെ. അപ്പൊ ഈ ഒരു കാലഘട്ടത്തിനനുസരിച്ചിട്ട് ഇത്തരത്തിലുള്ള സൗകര്യങ്ങളെല്ലാം ഇത് പ്രദാനം ചെയ്യുന്നുണ്ട്. ഇന്റർനെറ്റ് കമ്മ്യൂണിക്കേഷൻ പാരാമീറ്റർസ് ഫോർ ദ ഹോസ്റ്റിംഗ് ഓഫ് വെബിനാർ ആൻഡ് ഓൺലൈൻ പ്രസന്റേഷൻസ് അല്ലെ. സ്പീക്കേഴ്സ് ക്യാൻ ഗിവ് ഔട്ട് കണ്ടന്റ് ഇവിടെ റിയൽ ടൈമിൽ തന്നെയാണ് നിങ്ങൾ അത് ക്യാച്ച് ചെയ്യുന്നത് അല്ലെ. നമ്മൾ ക്ലാസ് എടുക്കുന്ന ടൈമിൽ തന്നെയാണ് നിങ്ങളത് കേട്ടു പോകുന്നത്, മനസ്സിലാക്കി പോകുന്നത്. Then platforms such as GoToWebinar and WebEx facilitates interactive online events which enable knowledge sharing, training sessions, and product demonstrations. Okay, നമുക്കറിയാം ഒരു പ്രൊഡക്റ്റ് ഒക്കെ നമുക്ക് എന്താണ് മാർക്കറ്റിലേക്കൊക്കെ അവൈലബിൾ ആക്കണമെങ്കിൽ തീർച്ചയായിട്ടും അത് അല്ലെ എല്ലാവരും പബ്ലിക്കിലേക്കൊക്കെ എത്തിക്കപ്പെടാനായിട്ട് നമുക്കറിയാം ആ പ്രൊഡക്റ്റിനെയൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കേണ്ടതുണ്ട്. അതേമാതിരി തന്നെ ഇപ്പൊ നമ്മൾ നോളജ് ഒക്കെ ഷെയർ ചെയ്യുന്നു, ട്രെയിനിങ് സെഷനൊക്കെ സംഘടിപ്പിക്കാനായിട്ട് അല്ലെ ഇത്തരത്തിലുള്ള ഇന്റർനെറ്റ് സൗകര്യങ്ങൾ പ്രദാനം ചെയ്യുന്നുണ്ട്. Then overall communicating through the internet offer a range of effective, convenient and dynamic method to link with others, share information and collaborate across distance. നമുക്കറിയാം അകലങ്ങളിൽ ഇരുന്നുകൊണ്ട് തന്നെയാണ് നമ്മളിത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അല്ലെ. നമ്മൾ ഈ ഇൻഫോർമേഷൻസ് ഒക്കെ പാസ് ഔട്ട് ചെയ്യുന്നത് അകലങ്ങളിൽ ഇരുന്നിട്ടാണ് അല്ലെ, വ്യത്യസ്ത ഡിസ്ട്രിക്റ്റിൽ ഇരുന്നിട്ട് തന്നെയാണ് നമ്മൾ ഈ ആശയങ്ങളൊക്കെ കൈമാറുന്നത് അല്ലെ.
അത് വളരെയുള്ള ഒരു ഭയങ്കരമായ ഒരു അല്ലെ എന്താ പറയുക വളരെ നല്ല ബെറ്റർ ആയിട്ടുള്ള ഒരു സൗകര്യം നമുക്ക് ഒരുക്കി തരുന്നത് കൊണ്ടാണ് നമുക്കിത് കൈകാര്യം ചെയ്യാനായിട്ട് പറ്റുന്നത് അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ എന്താണ് പറയുന്നത്, ഇന്റർനെറ്റ് ഓഫേഴ്സ് എ റേഞ്ച് ഓഫ് എഫക്റ്റീവ് അല്ലെ ഫലപ്രദമായ രീതിയിൽ കൺവീനിയന്റ് സൗകര്യപ്രദമായ രീതിയിൽ അല്ലെ നമ്മുടെ സമയത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ ഈ സമയം ഷെഡ്യൂൾ ചെയ്തിട്ട് നമ്മൾ അത് ക്യാച്ച് ചെയ്യുന്നത് അല്ലെ. ഡൈനാമിക് മെത്തേഡ് ടു ലിങ്ക് വിത്ത് അതേഴ്സ് ഷെയർ ഇൻഫോർമേഷൻ ആൻഡ് കൊളാബറേറ്റ് അക്രോസ് ഡിസ്റ്റൻസ് അല്ലെ. വ്യത്യസ്ത അകലങ്ങളിൽ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് ഇൻഫോർമേഷൻസ് ഒക്കെ നമ്മുടെ സൗകര്യത്തിന് നമ്മുടെ ടൈമിൽ അല്ലെ ഫലപ്രദമായ രീതിയിൽ കൈകാര്യം ചെയ്യാനായിട്ടുള്ള സൗകര്യങ്ങൾ ഇത് പ്രദാനം ചെയ്യുന്നുണ്ട്. The internet has brought people closer together, promoting global conveniently and breaking down barriers of time and location. നമുക്കറിയാം ഇത് അല്ലെ നമ്മുടെ ഒരു ഇന്ത്യയിൽ മാത്രമല്ല അല്ലെ ഗ്ലോബലി നമുക്കറിയാം എന്താണ് പുറം രാജ്യങ്ങളിൽ വെച്ചിട്ട് വേണമെങ്കിൽ നമുക്കിത് കൈകാര്യം ചെയ്യാനായിട്ടുള്ള ഇതുകളുണ്ട് അല്ലെ. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആശയവിനിമയം നടത്താനായിട്ടുള്ള പെർമിഷൻ അല്ലെ അത് അലൗ ചെയ്യുന്നുണ്ട്. നമുക്കറിയാം നമ്മുടെ ഫോണുകളിൽ വീഡിയോ അവർക്ക് അലൗഡ് ആയിട്ടുള്ള ടൈമുകളിലെല്ലാം തന്നെ നമ്മൾ അല്ലെ നമ്മുടെ സാധ്യമായിട്ടുള്ള കൺവീനിയൻസ് ആയിട്ടുള്ള സമയങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻസ് സാധ്യമാക്കുന്നതും ഈ ഇന്റർനെറ്റിന്റെ സവിശേഷമായിട്ടുള്ള സ്വഭാവം കൊണ്ട് തന്നെയാണ്. ആ ഒരു പ്രത്യേകത കൊണ്ടാണ് ഇതെല്ലാം കൈകാര്യം ചെയ്തു പോകാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അപ്പൊ മനസ്സിലാക്കുക എന്താണ് നമ്മൾ ഇന്റർനെറ്റ് സൗകര്യങ്ങളും കമ്പ്യൂട്ടർ അല്ലെ അവിടെ നമുക്ക് വേണ്ടിയിട്ട് പ്രദാനം ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ എന്താണ് ഓരോ പോയിന്റ്സുകൾ മനസ്സിലാക്കി വരിക. അതായത് കമ്പ്യൂട്ടറിന് പലതരത്തിലുള്ള കാര്യങ്ങളുണ്ട് അല്ലെ. നമുക്ക് എന്താണ് അവിടെ വെബ് പ്രോസസ്സിങ് അതിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേമാതിരി തന്നെ എന്താണ് അവിടെ പവർ പോയിന്റ് അല്ലെ അത് നമുക്ക് പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാമെന്ന് പറഞ്ഞു. നെക്സ്റ്റ് എന്താണ് നമ്മുടെ അല്ലെ അവിടെ എന്താണ് എക്സൽ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ മൈക്രോസോഫ്റ്റ് എക്സലിന് ശേഷമാണ് നമ്മൾ ഇന്റർനെറ്റ് സൗകര്യങ്ങളെ കുറിച്ചിട്ട് പഠിച്ചത് അല്ലെ. ഇന്റർനെറ്റിനെ കുറിച്ചിട്ട് നമ്മൾ മനസ്സിലാക്കി അതുവഴി നമുക്ക് ഇമെയിൽ ചെയ്യാൻ പറ്റുന്ന വോയിസ് ആൻഡ് വീഡിയോ കോൾസ്, സോഷ്യൽ മീഡിയ, ഫയൽ ഷെയറിങ്, വെബിനാർസ് അല്ലെ ഇതെല്ലാം കൈകാര്യം ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഇന്റർനെറ്റ് പ്രദാനം ചെയ്യും. ഇനി നെക്സ്റ്റ് നമുക്ക് സൗകര്യങ്ങൾ പ്രദാനം ചെയ്യുന്നത് കമ്പ്യൂട്ടറിന്റെ സഹായത്തോടുകൂടി തന്നെയാണ് നമുക്ക് മറ്റൊരു കാര്യങ്ങൾ കൂടി കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നത്. അത് വെബ് ബ്രൗസേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ വെബ് ബ്രൗസേഴ്സിനെ കുറിച്ചിട്ട് നമുക്ക് കുറച്ച് നോക്കാം. നമുക്കപ്പോ അതുവരേക്കും എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? അതായത് ഇന്റർനെറ്റിന്റെ പോർഷൻസ് നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചു നോക്കാം. അതായത് വായിച്ചു നോക്കാനായിട്ട് ശ്രമിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു പോവാം. ഓക്കെ, ആണോ? എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? കണ്ടിന്യൂ ചെയ്യാലോ? ഓക്കെ, ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ പ്രതീക്ഷിക്കാട്ടോ. അതായത് ഇമെയിലിനൊക്കെ പറയുമ്പോൾ നമുക്കറിയാം അല്ലെ അവിടെ ഇമെയിൽ ഇസ് വൺ ഓഫ് ദ മോസ്റ്റ് വാസ്റ്റ്ലി യൂസ്ഡ് മെത്തേഡ് ഇന്റർനെറ്റ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് അല്ലെ.
ചെറിയ രീതിയിൽ അല്ലെ, ഇൻ കേസ് വോയിസ് ആൻഡ് വീഡിയോ കോൾ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എക്സാമ്പിൾസ് ഞാനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കുക. സ്കൈപ്പ്, സൂം എന്നൊക്കെ പറയുമ്പോൾ വോയിസ് വീഡിയോ കോൾസ് ഒക്കെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമുകളാണ്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എന്താണെന്നുള്ളതും നമ്മൾ ജസ്റ്റ് കണ്ടതാണ്. ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം ഒക്കെ. ഓക്കെ, നമ്മുടെ വെബിനാറിന്റെ കാര്യം ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്ത് പോയി. ഓക്കെ, അപ്പോ ഇനി നെക്സ്റ്റ് നോക്കാനുള്ളത് വെബ് പ്രോസസ് ആണ്. ഇത് നമുക്കറിയാം, ഇതേമാതിരി തന്നെ അല്ലെ, നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ് ഒരുക്കി തരുന്നത്. അതായത് നമുക്ക് കുറച്ച് കാര്യങ്ങൾ കുറച്ചും കൂടി ഗ്രഹിക്കാനായിട്ട് ആവശ്യകതയുണ്ടായിരുന്നു അല്ലെ. ഒരു കാര്യത്തെ കുറിച്ചിട്ട് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമുക്കറിയാം വെബ് ബ്രൗസേഴ്സ് അത് യൂട്ടിലൈസ് ചെയ്തിട്ട് നമുക്കതൊരു കൃത്യമായിട്ടൊരു പിക്ചർ സഹിതം നമുക്ക് കാണിച്ചു തരും അല്ലെ. എങ്ങനെയാണ് ആ ഒരു ഇതിലേക്ക് എത്തുന്നത്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആശയം അറിയാൻ വേണ്ടിയിട്ടാണെങ്കിൽ വെബ് അഡ്രസ് ഒക്കെ തരും. ആ വെബ് അഡ്രസ്സിന്റെ സൈറ്റിലേക്ക് നമ്മൾ കയറി അല്ലെ, നമുക്ക് ആവശ്യമുള്ള രീതിയിൽ പിക്ചർ സഹിതം നമ്മൾ ഓരോന്നോരോന്ന് സെർച്ച് ചെയ്ത് എന്താണോ നമ്മൾ ഉദ്ദേശിച്ച കാര്യം ആ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ഗ്രഹിക്കാനായിട്ട് അതിൽ നിന്ന് സഹായിക്കും. അതിന്റെ ഹെൽപ്പോട് കൂടിയിട്ട് നമുക്കത് സാധിക്കുന്നു. അപ്പൊ നോക്കാം എന്താണുള്ളത്. വെബ് ബ്രൗസേഴ്സ് ആർ സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻസ് that makes the users able to evaluate and navigate the world wide web. ഓക്കെ, www.com എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ അഡ്രസ്സുകളൊക്കെ കൈകാര്യം ചെയ്യുന്നത് അല്ലെ. വെബ് അഡ്രസ്സുകളൊക്കെ അങ്ങനെയല്ലേ അല്ലേ. വെബ് അഡ്രസ്സുകളൊക്കെ എങ്ങനെയാണ് www. അല്ലെ, അങ്ങനെ ആ ഒരു അഡ്രസ്സിലാണ് നമ്മൾ വരുന്നത്. സോ അതുകൊണ്ടാണ് വേൾഡ് വൈഡ് വെബ്. അതിന്റെ ആ ഒരു അബ്രിവേഷൻ നിങ്ങൾ ഓർത്ത് വെച്ചേക്ക് അറിയാവുന്നതായിരിക്കാം. എന്നാലും ആ ഒരു www എന്നുള്ളതിന്റെ ആ ഒരു അബ്രിവേഷൻ വേൾഡ് വൈഡ് വെബ് ആണ്. ഓക്കെ, അപ്പൊ സിമ്പിൾ ആയിട്ട് എങ്ങനെ ചോദിച്ചാലും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാൻ അറിയാവുന്ന കാര്യം. യെസ്, www.com. ഓക്കെ, അപ്പൊ നമ്മൾ എന്തുകൊണ്ടാണ് ആ ഒരു രീതിയിൽ സെർച്ച് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് നാവിഗേറ്റ് ചെയ്യുന്നത് അല്ലെ. അതൊരു കൃത്യമായിട്ടുള്ള പിക്ചർ തരികയാണ്. നമുക്ക് അറിയാം ആ ഒരു പിക്ചർ സഹിതം നമുക്ക് അന്വേഷണം നടത്തി കഴിഞ്ഞാൽ അല്ലെ, സെർച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് അതിൽ നിന്ന് നമുക്ക് ഉദ്ദേശിച്ച ആ ഒരു കാര്യം അല്ലെ, അതിന്റെ ഒരു റിസൾട്ട് നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും. ചിലരൊക്കെ എന്താണ് ഇങ്ങനെയൊക്കെ വെബ് അഡ്രസ് കഴിയുമ്പോഴൊക്കെ എന്തെങ്കിലും സംഭവിക്കുമോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് അല്ലെ, ആദ്യം ചില സംഭവം എന്തെങ്കിലും ഒരു പ്രശ്നം അല്ലെ, നമ്മൾ ഇങ്ങനെ കമ്പ്യൂട്ടറിൽ ചിലർ പറഞ്ഞല്ലോ ഇതൊക്കെ പ്രാക്ടിക്കലി നമ്മൾ പഠിക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചിട്ട് നമുക്ക് ഇറങ്ങാന്ന് പറയുന്നത് വളരെ നഷ്ടമായ കാര്യമാണ്. ഇതൊക്കെ ഓട്ടോമാറ്റിക്കലി നമ്മൾ ക്യാച്ച് ചെയ്തെടുക്കാനായിട്ടാണ് ശ്രമിക്കേണ്ടത്. ഒരു വെബ് അഡ്രസ് നമ്മുടെ കിട്ടി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ വെബ് അഡ്രസ് നമ്മൾ നോക്കി സെർച്ച് ചെയ്ത് നമ്മൾ ഓരോ കാര്യങ്ങൾ ഗ്രഹിക്കാനായിട്ട് പഠിക്കണം അല്ലെ. അപ്പൊ എന്തിനെ കുറിച്ചിട്ടും നോളജ് നമുക്ക് ഇപ്പോ എന്താണ് നമ്മുടെ കൈത്തുമ്പിൽ തന്നെയുണ്ട്. സോ നമ്മൾ സമയം കണ്ടെത്തിയതിലേക്കൂടെ തന്നെ നമ്മൾ സെർച്ച് ചെയ്തിട്ട് ഓരോ കാര്യങ്ങൾ ഗ്രഹിക്കാനായിട്ട് സമയം കണ്ടെത്തേണ്ടതാണ്. സോ വെബ് ബ്രൗസേഴ്സ് ആർ സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻസ്. അത് ഒരു സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ ആണ്. that makes the users able to evaluate and navigate the world wide web. നമുക്കറിയാം ആ ഒരു അല്ലെ വെബ് അഡ്രസ്സോട് കൂടിയിട്ടാണ് നമ്മൾ അതിനെ വിലയിരുത്തുന്നത്, നമ്മൾ ഉദ്ദേശിച്ച ആശയത്തിലേക്ക് എത്തുന്നത്. They provide graphic user interface for an individual to interact with the websites, search for information and consume online content. ഓക്കെ, നമ്മളിപ്പോ ഓൺലൈനായിട്ടാണ് ഇത് കൈകാര്യം ചെയ്തത്. തീർച്ചയായിട്ടും ഓരോ ഇൻഡിവിജ്വൽസിനും എന്തെങ്കിലും കാര്യങ്ങൾ അറിയേണ്ടതുണ്ടെങ്കിൽ അല്ലെ, റിസർച്ച് ഇൻഫോർമേഷനെ കുറിച്ചിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ അറിയേണ്ടതുണ്ടെങ്കിൽ അവിടെ ഗ്രാഫിക്കലി തന്നെ നമുക്ക് അത് എന്താണ് നമുക്ക് അതിനുള്ള ആ ഒരു സാധ്യതകൾ കാണിച്ചു തരുന്നു. സോ ഗ്രാഫിക്കിന്റെ സഹായത്തോട് കൂടിയിട്ട് നമുക്ക് സെർച്ച് ചെയ്തിട്ട് നമ്മൾ ഉദ്ദേശിച്ച ഇൻഫോർമേഷൻസ് നേടിയെടുക്കാനായിട്ട് സാധിക്കും. അവിടെ എക്സാമ്പിൾസ് പറയുന്നുണ്ട്. എക്സാമ്പിൾസ് ആണ് ഗൂഗിൾ ക്രോം, മൊസില്ല ഫയർഫോക്സ്. ഓക്കെ, ഇതെല്ലാം ഇന്ത്യന്റെ എക്സാമ്പിൾ ആണ്, വെബ് ബ്രൗസേഴ്സിന്റെ എക്സാമ്പിൾസ് ആണ്. Then there are some important points about a web processor. വെബ് ബ്രൗസേഴ്സിനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. ഫസ്റ്റ് വേണ്ട യൂസർ ഇന്റർഫേസ്. ഓക്കെ, യൂസർ ഇന്റർഫേസ് എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാത്തിലും കണ്ടതാണ് അല്ലെ. ഫ്രണ്ടിലെ യൂസർ ഇന്റർഫേസ് എന്നുള്ളതാണ് ഇതിൽ പ്രധാനമായിട്ട് വരുന്നത്. അതായത് നമുക്ക് വളരെ സൗകര്യപ്രദമായ രീതിയിൽ തന്നെ, ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ തന്നെ നമുക്കത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. വെബ് ബ്രൗസേഴ്സ് എക്സ്റ്റെൻഡ് യൂസർ ഫ്രണ്ട്ലി ഇന്റർഫേസ് with aspect like address bars, bookmarks and navigation buttons. ഓക്കെ, നമുക്കറിയാം ഇതിന്റെ അഡ്രസ് ബാറുകളൊക്കെ നമുക്ക് കൃത്യമായിട്ട് തന്നെ അതിൽ എന്താണോ അഡ്രസ് തന്നിരിക്കുന്നത് അത് ആ സൈറ്റ് അഡ്രസ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അതിലേക്ക് പെട്ടെന്ന് എളുപ്പത്തിൽ പ്രവേശിക്കാൻ സാധിക്കും. ബുക്ക് മാർക്ക് കാര്യങ്ങളൊക്കെ അത് സൗകര്യം ചെയ്തു തരുന്നുണ്ട്. അതായത് ബുക്ക് മാർക്കിന്റെ ഒക്കെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴെപ്പോഴും ആ സൈറ്റിൽ പോയി കാര്യങ്ങൾ ഗ്രഹിക്കാനായിട്ട് ശ്രദ്ധിക്കുന്നുണ്ടായെങ്കിൽ അല്ലെ, അത് ബുക്ക് മാർക്ക് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ മൊബൈലിലേക്ക് തന്നെ ഓട്ടോമാറ്റിക്കലി അത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. സോ നമ്മൾ
ഒരുപാട് സെർച്ച് ചെയ്ത് കണ്ടെത്താതെ തന്നെ നമുക്ക് ഈ ഒരു സൈറ്റിലേക്ക് എളുപ്പത്തിൽ കയറാനൊക്കെ ആയിട്ട് സാധിക്കും. സോ അത്തരത്തിലുള്ള അവരെ അല്ലെ നമുക്ക് സെർച്ച് ചെയ്യാൻ ഇൻഫർമേഷൻസ് സെർച്ച് ചെയ്യാനായിട്ടുള്ള ബട്ടൺസ് ഒക്കെ കൃത്യമായിട്ട് ഒരു ഫ്രണ്ട്ലി ഇന്റർഫേസോട് കൂടിയിട്ടാണ് അതിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. They permit users to get into website addresses, URLs, or search queries and exhibits the requested web pages in a visually appealing format. Okay, നമുക്കറിയാം ഒരു വിഷ്വലി അല്ലെ നമ്മള് URLs എന്നൊക്കെ പറയാൻ കാരണം അതിനൊരു പ്രോട്ടോകോൾ ഉണ്ട് അല്ലെ, ഒരു .com എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ അടിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു സ്ലാഷ് ഇട്ടുകൊണ്ട് അല്ലെ ഒരു വെബ് അഡ്രസ് ഒക്കെ പറയുമ്പോൾ NTT./ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആദ്യം തന്നെ ആ ഒരു വെബ് അഡ്രസ് തുടങ്ങുന്നത് അല്ലെ. അതിനുശേഷമാണ് WW, അത് കഴിഞ്ഞ് അല്ലെ ആ ഒരു രീതിയിലാണ് വെബ് അഡ്രസ്സുകൾ വരുന്നത്. ഏതെങ്കിലും വെബ് അഡ്രസ് എടുത്ത് കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും. സോ അതിൽ നിന്ന് തന്നെ ആ ഒരു സെർച്ചിങ് രീതികൾ അല്ലെ, അതിൽ തന്നെ സെർച്ച് ക്വയറീസ് ആൻഡ് എക്സിബിറ്റ് അതിന്റെ പ്രദർശിപ്പിക്കുന്ന രീതി എന്ന് പറയുന്നത് തന്നെ ഈ ഒരു ഫോർമാറ്റിൽ തന്നെയാണ്. നമുക്കറിയാം അതിൽ 2 ഡോട്ടുകളും സ്ലാഷുകളും അല്ലെ, ആ ഒരു www.com എന്നുള്ള രീതികളൊക്കെ എന്തായാലും എല്ലാത്തിലും തന്നെ ഉണ്ടാവും. അപ്പൊ ജസ്റ്റ് മനസ്സിലാക്കേണ്ടത് മിക്കവാറും നമുക്കറിയാം ഏതെങ്കിലും ഒരു സ്ഥാപനത്തിന്റെ എന്തെങ്കിലും കാര്യമൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ ഒരു ജസ്റ്റ് 2-3 അല്ലെ ലെറ്റേഴ്സ് ഒക്കെ കോട്ട് ചെയ്തിട്ടായിരിക്കും അത് സ്റ്റാർട്ട് ചെയ്ത് പോകുന്നത്. സോ അതിൽ നിന്ന് തന്നെ നമുക്ക് അത് എളുപ്പത്തിൽ ആ അഡ്രസ് ഒക്കെ ക്യാച്ച് ചെയ്ത് വെക്കാനായിട്ട് അതിനനുസരിച്ച് തന്നെ അഡ്രസ്സിൽ കയറി അല്ലെ സൈറ്റുകളിൽ കയറിയിട്ട് നമുക്ക് കൃത്യമായിട്ട് ഇൻഫോർമേഷൻസ് സെലക്ട് ചെയ്യാനായിട്ടൊക്കെ സാധിക്കും. സോ അത് യൂസർ ഇന്റർഫേസ് എന്ന് പറയാൻ കാരണം ഒരുപാട് ബുദ്ധിമുട്ടില്ല നമുക്കത് ഉപയോഗത്തിലേക്ക് എത്തിപ്പെടാനായിട്ട്. ആ അഡ്രസ്സ് വെച്ചിട്ട് നമുക്ക് അതിലേക്ക് പറ്റി ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യാനായിട്ട് സാധിക്കും. സെക്കൻഡ് പോയിന്റ് പറയുന്നത് റെൻഡറിംഗ് വെബ് പേജസ്. എന്താണ് റെൻഡറിംഗ് വെബ് പേജസ് എന്ന് പറയുന്നത്? The process utilize rendering engines to explain and display web content. അല്ലെ ഇവിടെ കൃത്യമായിട്ട് തന്നെ നമുക്ക് കണ്ടന്റുകളൊക്കെ വെളിപ്പെടുത്തി തരും അല്ലെ. ഇൻ കേസ് വിഷ്വലി നമുക്കത് മനസ്സിലാക്കി തരുന്നു എന്നതാണ്. ഒരു വെബ് അഡ്രസ്സിലേക്ക് കയറി കഴിഞ്ഞാൽ ഇപ്പൊ ഇൻ കേസ് ഒരു PSC-നെ കുറിച്ചിട്ടാണെങ്കിൽ അപ്പൊ നിങ്ങൾ നമ്മളോട് ചോദിക്കും എന്താണ് എക്സാം ടൈമിനെ കുറിച്ചിട്ടാണോ അല്ലെങ്കിൽ റിസൾട്ടിനെ കുറിച്ചിട്ടാണോ, അപ്പൊ എന്തിനെ കുറിച്ചിട്ടാണെങ്കിലും കൃത്യമായിട്ട് തന്നെ ആ വെബ് പേജിൽ നമുക്ക് വാണിംഗ് തരും അല്ലെ. അപ്പൊ അതനുസരിച്ചിട്ട് തന്നെ നമുക്കത് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും. സോ എന്താണ് റെൻഡറിംഗ് എൻജിൻസ് ടു എക്സ്പ്ലെയിൻ ഡിസ്പ്ലേ വെബ് കണ്ടന്റ്. ഓരോ കണ്ടന്റിനെ കുറിച്ചിട്ടും അവിടെ കൃത്യമായിട്ട് തന്നെ ആ ഒരു ബ്രൗസറിൽ കയറി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കും. ദെൻ അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള രീതിയിലേക്ക് നമുക്ക് പോകാനായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ടാബ്ഡ് ബ്രൗസിംഗ്. എന്താണ് ടാബ്ഡ് ബ്രൗസിംഗ് എന്ന് പറയുന്നത്? നോക്കാം. ടാബ്ഡ് ബ്രൗസിംഗ് is an accepted features in web browsers that permit users to open multiple web pages within a single browser window. ഓക്കെ, നമ്മളിപ്പോ ഒരു വെബ്സൈറ്റിൽ കയറി ഓക്കെ, അപ്പൊ അതിലെ കുറച്ച് വിവരങ്ങൾ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കാതെയാണ് ഓക്കെ നമുക്ക് അടുത്തൊരു വെബ്സൈറ്റിൽ കയറാം. ഇപ്പൊ ഇൻ കേസ് എക്സാം ഒക്കെ കഴിഞ്ഞ കുട്ടികൾക്കൊക്കെ എന്തെങ്കിലും അല്ലെ കോഴ്സുകളൊക്കെ സെലക്ട് ചെയ്യുന്ന ടൈമിലൊക്കെ ആയിരിക്കും അല്ലെ പലതിനെ കുറിച്ചിട്ടും അറിയണമെന്നുണ്ടാവും അല്ലെ, പല കോളേജിനെ കുറിച്ചിട്ട് അറിയണമെന്നുണ്ടാവും. അപ്പൊ നമ്മളൊരു വെബ് അഡ്രസ് അടിച്ച് നമ്മൾ അതിലേക്ക് കയറി അപ്പൊ അതിൽ നിന്നുകൊണ്ട് തന്നെ മറ്റൊരു വെബ് അഡ്രസ് കൊടുത്ത് നമുക്ക് മറ്റൊരു കാര്യത്തിനെ കുറിച്ചിട്ടും അല്ലെ. അപ്പൊ ആ ഒരു ടൈമിനുള്ളിൽ തന്നെ നമുക്ക് പല ഇതിനെ കുറിച്ചിട്ട് പല വെബ് അഡ്രസ്സിൽ കയറിയിട്ട് നോളജ് നമുക്ക് നേടിയെടുക്കാനായിട്ടുള്ള ഒരു അല്ലെ ഒരു സാധ്യതയും കൂടി ഇത് പ്രദാനം ചെയ്യുന്നുണ്ട്. അതാണ് പറയുന്നത് റെൻഡറിംഗ് വെബ് പേജസ് ടാബ്ഡ് ബ്രൗസിംഗ്. അതായത് നമുക്ക് ഓരോ ടാബുകളെ യൂസ് ചെയ്യാനായിട്ടുള്ള സൗകര്യങ്ങൾ കൂടി അത് പ്രദാനം ചെയ്യുന്നുണ്ട്. ദെൻ ബുക്ക് മാർക്സ് ആൻഡ് ഹിസ്റ്ററി. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ബുക്ക് മാർക്സ് എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മള് അല്ലെ നമുക്ക് എപ്പോഴും യൂസ് ചെയ്യണമെന്ന് തോന്നുന്ന ഒരു വെബ് അഡ്രസ്സിലേക്ക് കയറാനായിട്ട് ബുക്ക് മാർക്ക് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഇതിൽ വന്നു കിടക്കും. സോ എളുപ്പത്തിൽ നമ്മൾ കയറാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. Browsers make user able to bookmark their most liked websites for quick access. They also keep a browsing history, permitting user to revisit formerly visited web pages. Okay, നമുക്കറിയാം അത് അതേമാതിരി തന്നെ അതിന്റെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ അല്ലെ. നമ്മൾ ഏതൊരു വെബിലേക്ക് കയറി കഴിഞ്ഞാൽ ജസ്റ്റ് നമുക്ക് അതിനെ കുറിച്ചിട്ട് ചിലപ്പോൾ ജസ്റ്റ് അറിയാൻ വേണ്ടി മാത്രമായിരിക്കില്ല, കുറച്ചും കൂടി ഡീപ്പായിട്ട് അറിയണമെങ്കിൽ അതിൻ്റെതായിട്ടുള്ള എല്ലാ ഹിസ്റ്ററീസും അതിൽ പ്രധാനമായിട്ടും കൊടുത്തിട്ടുണ്ടാവും അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ തന്നെ നമുക്ക് എന്തൊക്കെ ഗ്രഹിക്കണമെന്ന് താല്പര്യമുണ്ടോ അതൊക്കെ ഗ്രഹിക്കാനായിട്ട് ഇത് സഹായിക്കുന്നു. ഓക്കെ അല്ലേ, ക്ലിയർ ആവുന്നില്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, നമുക്ക് ലാസ്റ്റ് പോയിന്റ് കൂടെ നോക്കാം. വായിച്ചു നോക്കേണ്ടതുണ്ടെങ്കിലൊക്കെ വായിച്ചു നോക്കാം. അത് ഇവിടെ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. നമ്മളിപ്പോ ഒരു
വെബ് അഡ്രസ് ഒക്കെ അടിച്ചു കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെ അവിടെ കൃത്യമായിട്ട് ആ ഒരു സെർച്ച് അനുസരിച്ചിട്ട് നമുക്ക് സെർച്ച് ചെയ്യാം. അതനുസരിച്ചിട്ട് ഓരോന്നോരോന്നും നമ്മുടെ അല്ലെ നമ്മളുടെ രീതി നമുക്ക് എന്താണോ ആവശ്യം ആ രീതിയിൽ തന്നെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ പിക്ചറൈസ് ചെയ്ത് തന്നെ വരും. ഓക്കെ, നമുക്ക് അതനുസരിച്ചിട്ട് മൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ഫിഫ്ത് പോയിന്റ് നോക്കുകയാണെങ്കിൽ സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി. ഓക്കെ, processor make a user able to bookmark their most likely website for quick access. Then they also keep a browsing history. അല്ലെ നമ്മളൊക്കെ ഇത്രയും നേരം സൗകര്യങ്ങളാണ് അത് പ്രദാനം ചെയ്തുകൊണ്ടിരുന്നത് അല്ലെ. ഈ പറഞ്ഞ മാതിരി ഒരു ടാബിൽ നിന്ന് മറ്റൊരു കാര്യങ്ങളൊക്കെ മറ്റൊരു പേജ് കൊണ്ട് എടുക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിനുള്ള സൗകര്യങ്ങളൊക്കെ പ്രദാനം ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഈ സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി നമ്മൾ ഈ ചെയ്യുന്നതൊക്കെ ഓക്കെ സെക്യൂർ ആയിട്ട് ആവാമോ എന്നുള്ളത് അല്ലെങ്കിൽ സുരക്ഷിതമായിട്ടുള്ള ഇൻഫോർമേഷൻസ് തന്നെയായിരിക്കുമോ എന്നൊക്കെ ഉള്ള ഒരു പേടി നമുക്കുണ്ടാവും അല്ലെ. അപ്പൊ അതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വെബ് ബ്രൗസേഴ്സ് ഗിവ് priority to security and privacy features to protect the user's data and provide a secure browsing experience. Okay, നമുക്കറിയാം നമ്മളുടെ ഡാറ്റാസുകളൊക്കെ സെക്യൂർ ആയിട്ട് സൂക്ഷിക്കാനായിട്ട് അത് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പറയാണ് നല്ലൊരു എക്സ്പീരിയൻസ് അല്ലെ, നല്ല കൃത്യമായിട്ടും ആരെയും ചീറ്റ് ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസുകളല്ല എല്ലാം തന്നെ സുരക്ഷിതമായിട്ട് തന്നെയാണ് കൈകാര്യം ചെയ്തു പോകുന്ന നല്ലൊരു എക്സ്പീരിയൻസ് അതിനുണ്ട്. That popular web browsers consist of Google Chrome, Mozilla Firefox, Apple Safari, Microsoft Edge, and Opera. അല്ലെ അവര് ഇത്തരത്തിലുള്ള വെബ് ബ്രൗസേഴ്സുകളെല്ലാം തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കും എല്ലാവരും മുമ്പിൽ വെളിപ്പെടുത്തുന്ന കാര്യം. കാരണം നമ്മൾ അല്ലെ കൊടുക്കുന്ന അല്ലെങ്കിൽ കീപ്പ് ചെയ്യുന്ന ഇൻഫോർമേഷൻസ് എല്ലാം തന്നെ നല്ല സെക്യൂർ ആയിട്ട് തന്നെയാണ് അവർ കൈകാര്യം ചെയ്തു പോകുന്നത്. അപ്പൊ എക്സാമ്പിൾസ് ഒക്കെ ഒന്ന് ജസ്റ്റ് നോട്ട് എഴുതിക്കുക. ഗൂഗിൾ ക്രോം, മോസില്ല ഫയർഫോക്സ്, ആപ്പിൾ സവാരി എന്നൊക്കെ പറയുന്നത് എന്താണ് വെബ് ബ്രൗസേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഓരോന്നും ഓർത്ത് വെക്കണം അല്ലെ. നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ എന്താണ് അല്ലെങ്കിൽ വെബ് ബ്രൗസേഴ്സ് എന്താണെന്നൊക്കെ വരുമ്പോൾ ഓർത്ത് വെക്കുക. ഇതൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കൈകാര്യം ചെയ്യുന്നത് അല്ലെ. അവിടെ ഫയൽ അല്ലെങ്കിൽ ക്ലൗഡ് സ്റ്റോറേജ് ഫെസിലിറ്റീസ് പ്രദാനം ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് നമ്മൾ കണ്ടു അല്ലെ. അപ്പൊ പല കാര്യങ്ങളെ കുറിച്ചിട്ട് അറിയുമ്പോൾ എന്തൊക്കെയാണ് ഈ വേർഡുകൾ എന്താന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് തന്നെ എഴുതിച്ചു വെക്കാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പൊ ഇതെന്നൊക്കെ പറയുന്നത് എന്താണ് ബ്രൗസേഴ്സിന്റെ ഫോർ എക്സാമ്പിൾസുകളാണ് എന്ത് ഗൂഗിൾ ക്രോം, മോസില്ല ഫയർഫോക്സ്, ആപ്പിൾ സഫാരി, മൈക്രോസോഫ്റ്റ് എഡ്ജ്, ആൻഡ് ഓപ്പറ. Okay, then users have the flexibility to select the browser that best suit their preferences, needs and platform of choice. Okay, നമ്മുടെ അല്ലെ നമ്മൾ എന്താണോ ആവശ്യം ആ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള വെബ് ബ്രൗസേഴ്സ് അല്ലെ കൂടുതലും നമുക്കറിയാം അല്ലെ. നമ്മുടെ കൂടുതൽ പരിചിതരായവരൊക്കെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് എന്താണോ വെബ് ബ്രൗസർ യൂസ് ചെയ്യുന്നത് ആ വെബ് ബ്രൗസർ തന്നെ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അല്ലെ. നമുക്കുള്ള പ്രിഫറൻസ് നമ്മുടെ ആവശ്യങ്ങൾ എന്താണോ ആ ആവശ്യത്തിന് അല്ലെ നീഡ്സ് അല്ലെങ്കിൽ നമ്മുടെ ആവശ്യത്തിന് അല്ലെങ്കിൽ മുൻഗണനയ്ക്ക് ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള ബ്രൗസേഴ്സ് സെലക്ട് ചെയ്തിട്ട് നമ്മൾ അത്തരത്തിലുള്ള വെബ് ബ്രൗസർ ഉപയോഗിച്ചിട്ട് തന്നെ നമ്മുടേതായിട്ടുള്ള ഇൻഫോർമേഷൻസ് നേടിയെടുക്കുക എന്നുള്ളതാണ് ഇവിടെ എടുത്ത് പറയുന്നത്. അതൊക്കെ നമ്മുടെ ചോയ്സ് ആണ്. നമുക്ക് ഇഷ്ടമുള്ള വെബ് അഡ്രസ് വെബ് ബ്രൗസേഴ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം. മോസ്റ്റ് ഓഫ് നമ്മൾ ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഏത് വെബ് അഡ്രസ് ആണോ യൂട്ടിലൈസ് ചെയ്യുന്നത് ആ അഡ്രസ് ഉപയോഗിച്ചിട്ട് കാര്യങ്ങൾ ഗ്രഹിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ജസ്റ്റ് വായിച്ചു നോക്കാം എന്താണ് വെബ് ബ്രൗസേഴ്സ് എന്നൊക്കെ ഉള്ളത്. ഓക്കെ, ഏതെങ്കിലും പോയിന്റ് കിട്ടാത്തുണ്ടെങ്കിൽ ചോദിക്കാം.
ഓക്കെ, വായിച്ചു നോക്കിയോ? ഓക്കെയാണ്. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കാം. ഓൺലൈൻ സെക്യൂരിറ്റി ആണ്. നമുക്ക് ഈ ഒരു കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ചാപ്റ്റർ അവസാനിക്കും. വേറെ ഏതെങ്കിലും ചാപ്റ്റർ എടുക്കാത്തതുണ്ടോ? നമ്മുടെ ചാപ്റ്റേഴ്സ് എല്ലാം കവർ ചെയ്തതല്ലേ? ഇല്ല, എല്ലാം ചാപ്റ്റേഴ്സ് എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കിനി നോക്കാനുള്ളത് ഓൺലൈൻ സെക്യൂരിറ്റി ആണ് അല്ലെ? ക്ലാസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ വളരെ സ്ലോയിൽ പോയാലും മതി. എങ്കിലും ഞാൻ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒക്കെ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് അല്ലെ ഒന്ന് നോക്കിയിട്ട് വരിക. പരമാവധി എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് ഒന്ന് നോക്കി പോകാൻ ശ്രമിക്കുക. കാരണം നമുക്ക് ഇനി പ്രത്യേകിച്ച് ഒന്നും എടുക്കാനില്ല, ഈ ഒരു ഭാഗം കൂടിയേ ഉള്ളൂ. ഓക്കെ, എന്തെങ്കിലൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ചാപ്റ്റർ വീണ്ടും പറഞ്ഞു തരേണ്ടതുണ്ടെങ്കിലൊക്കെ ഇൻഫോം ചെയ്യാം. ഏതെങ്കിലും ഞാൻ എടുത്ത ചാപ്റ്ററിൽ എന്തെങ്കിലും പറഞ്ഞു തരേണ്ടതുണ്ടോ? ഇത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ അത് ഇൻക്ലൂഡ് ചെയ്യാം. ഉണ്ടോ ഏതെങ്കിലും ചാപ്റ്ററുകൾ ഓർമ്മയിൽ വരുന്നുണ്ടോ? ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്തൊന്ന് ഏതെങ്കിലും ഭാഗം പറഞ്ഞു തരണം എന്നുള്ളത്. അല്ലെങ്കിൽ ആ ചാപ്റ്റർ കൊണ്ടുവരാം നാളെ. നമുക്ക് നാളെയും ക്ലാസ് ഉണ്ട് അല്ലേ? പ്രത്യേകിച്ച് നിങ്ങൾ വായിച്ചൊന്നും നോക്കിയിട്ടില്ലെന്ന് തോന്നുന്നു അല്ലെ? ക്ലാസ് ഉണ്ടെന്ന് അറിയാം. മാർക്കറ്റിംഗ്, ഓക്കെ, മാർക്കറ്റിംഗ് കൊണ്ടുവരാം. വേറെ എന്തെങ്കിലും? ഓക്കെ, അപ്പൊ നമുക്ക് നാളെ മാർക്കറ്റിംഗ് ഒന്നുകൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് അല്ലെ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് നോക്കാം. വേറെ ഏതെങ്കിലും ചാപ്റ്റർ? ഓഡിറ്റ്, മാർക്കറ്റിംഗ്, ഓക്കെ, അതൊക്കെ ഒന്ന് അല്ലെ ഒന്നുകൂടി റിവൈസ് ചെയ്ത് പോവാം അല്ലെ? ഓക്കെ, ഇനി വേറെ എന്തെങ്കിലും? എന്തായാലും സമയമുണ്ടോ? നമുക്കൊരു അല്ലെ നാളത്തെ ക്ലാസ്സിനുള്ളത് ആയിട്ടുണ്ട് അല്ലെ? മാർക്കറ്റിംഗും ഓഡിറ്റിങ്ങും ഒക്കെ. ഏതെങ്കിലും വേറെ ചാപ്റ്ററും കൂടിയും ഉണ്ടെങ്കിൽ ഞാൻ ക്ലാസ് കഴിഞ്ഞിരിക്കുമ്പോൾ നിങ്ങളൊന്ന് ഓർത്ത് വിട്ടാൽ മതി, മെസ്സേജ് വിട്ടാൽ മതി. ഓക്കെ, നോക്കാം എന്താണ് ഓൺലൈൻ സെക്യൂരിറ്റി എന്താണെന്നുള്ളത്. നമുക്ക് ഇനി ജസ്റ്റ് നോക്കാം. വേഗം വായി പിടിച്ചൊന്നും എടുക്കുന്നില്ല, കാരണം നിങ്ങൾ എല്ലാം കൂടെ ഒന്നിച്ച് ഗ്രഹിക്കാൻ നിൽക്കാതെ കുറച്ച് മാത്രമേ എടുത്ത് അവസാനിപ്പിക്കാം. ബാക്കിയുള്ളത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. നോക്കാം എന്താണ് ഓൺലൈൻ സെക്യൂരിറ്റി. ഇത്രയും നേരം നമ്മൾ സംസാരിച്ചത് എന്താണ്? പ്രധാനമായിട്ട് കമ്പ്യൂട്ടറിന്റെ ഉപയോഗങ്ങളാണ് അല്ലെ? ഈ കാലഘട്ടത്തിൽ നമുക്കായിട്ട് കമ്പ്യൂട്ടർ, നെറ്റിന്റെ അല്ലെങ്കിൽ ഒരുപാട് ഉപയോഗങ്ങളൊക്കെ ഉണ്ട്. തീർച്ചയായിട്ടും നമുക്കറിയാം വ്യത്യസ്ത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണ് ലെറ്റർ ടൈപ്പ് ചെയ്യുന്നതിനും സെമിനാറുകൾ അറ്റൻഡ് ചെയ്യുന്നതിനും കാൽക്കുലേഷൻസ് കൈകാര്യം ചെയ്യുന്നതിനൊക്കെ നമുക്കറിയാം വിവിധ തരത്തിലുള്ള അല്ലെ മൈക്രോസോഫ്റ്റ് അതിന് വേണ്ടിയിട്ട് പലതരത്തിലുള്ള സോഫ്റ്റ്വെയറുകൾ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇന്റർനെറ്റ് സൗകര്യങ്ങളെ കുറിച്ചിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. നമുക്കറിയാം നമ്മുടെ ഫയലുകളൊക്കെ നല്ല എളുപ്പത്തിൽ ഷെയർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ കാര്യങ്ങളൊക്കെ പ്രചരിപ്പിക്കണമെങ്കിൽ വളരെ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന സോഷ്യൽ മീഡിയാസുകളുണ്ട്. അതേമാതിരി തന്നെ എന്താണ് വെബ് ബ്രൗസേഴ്സ് അല്ലെ? നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളെ കുറിച്ചിട്ട് ഏതെങ്കിലും ഡീപ്പായിട്ടൊന്ന് അറിയണമെങ്കിൽ തന്നെ നമുക്കറിയാം വെബ് അഡ്രസ് കൊടുത്തുകൊണ്ട് നമുക്ക് അത്തരം കാര്യങ്ങളൊക്കെ അറിയാനായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ പ്രദാനം ചെയ്യുന്നു. ഓക്കെ, ഇതെല്ലാം നോക്കിയാണെങ്കിലും ചില തരത്തിലുള്ള പ്രോബ്ലംസുകൾ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലും ഒക്കെ ഉണ്ടാവാറുണ്ട് അല്ലെ? അതിനെ കുറിച്ചിട്ട് നമ്മൾ ചെറിയൊരു കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. അപ്പൊ അത് നോക്കാം. ഓൺലൈൻ സെക്യൂരിറ്റി കാര്യങ്ങളാണ് അല്ലെ? ഓൺലൈൻ സുരക്ഷാ കാര്യങ്ങളാണ് അതിൽ പ്രധാനമായിട്ട് വരുന്നത്. Online security threats refers to numerous risks and vulnerabilities that can compromise the security of individuals, organization and system when using the internet. Okay, നമുക്കറിയാം നമ്മുടെ ഇന്റർനെറ്റ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇൻഡിവിജ്വൽസും ഓർഗനൈസേഷനൊക്കെ ചില രീതിയിൽ നമുക്ക് റിസ്കുകൾ അല്ലെ ചില രീതിയിൽ കൈകാര്യം ചെയ്യുമ്പോഴൊക്കെ എന്താണ് സ്വമേധയാ അല്ലാതെയും അല്ലെ ന്യൂമറസ് ആയിട്ടുള്ള കുറെ റിസ്കുകളൊക്കെ ഉണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം. സുരക്ഷാ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് അത്.
Here are some common online security threats. ഇത്തരത്തിലുള്ള പ്രധാനമായിട്ടുള്ള ഒരു ത്രെട്ടുകൾ അല്ലെ നമുക്ക് എന്തെങ്കിലുമൊക്കെ മാനിപ്പുലേഷൻസ് ഒക്കെ വരുത്തത്തക്ക വിധത്തിലുള്ള കാര്യങ്ങൾ അല്ലെ പ്രധാനമായിട്ടുണ്ടാവും. അത്തരത്തിലുള്ള വിഷയങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. ഫസ്റ്റ് വൺ പറയുന്നത് മാൽവെയർ ആണ്. എന്താണ് മാൽവെയർ എന്ന് പറയുന്നത്? നോക്കാം. മാൽവെയർ ഷോർട്ട് ഫോർ malicious സോഫ്റ്റ്വെയർ കൺസിസ്റ്റ് ഓഫ് വൈറസ്, വർംസ്, ട്രോജൻസ്, എന്താണ് റാൻസ്വെയർ ആൻഡ് സ്പൈവെയർ. അതായത് മാൽവെയർ എന്ന് പറയുന്നത് ഒരു സോഫ്റ്റ്വെയർ ആണ് അല്ലെ, ഒരു മലീഷ്യസ് സോഫ്റ്റ്വെയർ ആണെന്നാണ് ഷോർട്ട് ആയിട്ട് പറയുമ്പോൾ മലീഷ്യസ് സോഫ്റ്റ്വെയർ എന്നാണ് മാൽവെയറിനെ നമ്മൾ അറിയപ്പെടുന്നത്. ഇതില് എന്താണ് പ്രധാനമായിട്ട് ഉൾക്കൊള്ളുന്നത്? അതായത് വൈറസുകൾ, വർംസ്, ട്രോജൻസുകളൊക്കെയാണ് ഇതില് പ്രധാനമായിട്ടും ഉൾക്കൊള്ളുന്നത്. എന്താണ് മാൽവെയർ എന്ന് പറയുന്നത് എന്ന് നോക്കാം. മാൽവെയർ ഈസ് ഔട്ട്ലൈൻഡ് ടു damage or attain unauthorized entry to a system, steal sensitive information or damage normal computer operations. അല്ലെ, ഒരു കമ്പ്യൂട്ടറിന്റെ സാധാരണ രീതിയിലുള്ള പ്രവർത്തനത്തെ ഡാമേജ് അല്ലെ നശിപ്പിക്കുക, അല്ലെങ്കിൽ സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് ഒക്കെ അത് നേടിയെടുക്കുക അല്ലെ, അത്തരത്തിലുള്ള രീതിയിലുള്ള ഏതൊരു പ്രവർത്തനം അല്ലെ അൺഓതറൈസ്ഡ് ആയിട്ടുള്ള എൻട്രിയോട് കൂടിയിട്ടായിരിക്കും അവര് ഇത്തരത്തിലുള്ള സെൻസിറ്റീവ് ഇൻഫോർമേഷൻസ് ഒക്കെ നേടിയെടുക്കുന്നത്. സോ ഇത്തരത്തിലുള്ള ഡാമേജുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് മാൽവെയർ എന്ന് വിളിക്കുന്നത്. അപ്പൊ മാൽവെയർ എന്ന് പറയുന്നത് ഷോർട്ട് ഫോം മാലീഷ്യസ് സോഫ്റ്റ്വെയർ ആണ്. അതില് എല്ലാം ഉൾപ്പെടാം അല്ലെ. വൈറസുകൾ നമുക്കറിയാം, ചിലപ്പോഴൊക്കെ നമ്മുടെ സോഫ്റ്റ്വെയർ കൃത്യമായിട്ട് സ്പീഡിൽ തന്നെ വർക്ക് ചെയ്ത് പോകാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരും. കാരണം എന്താ, അതില് വൈറസ് കയറി പിടിച്ചിട്ടുണ്ടോ അല്ലേ? അങ്ങനെയൊക്കെ ഉള്ളത് അനുഭവപ്പെടാറില്ലേ? ഉണ്ടോ? ഓക്കെ, യൂട്ടിലൈസ് ചെയ്യുക. ഓക്കെ ഉണ്ട്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ വരാനായിട്ടുള്ള സാധ്യത ഇത്തരത്തിൽ ഈ പറയുന്ന കാര്യങ്ങൾ അല്ലെ, അവിടെ മലീഷ്യസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയറിൽ പെടുന്ന കാര്യങ്ങളാണ് വൈറസ്, വോംസ്, ട്രോജൻസ്, റാൻസ്വെയർ ആൻഡ് സ്പൈവെയർ. ഓക്കെ, ഇതെല്ലാം നമുക്ക് എളുപ്പത്തിൽ അറിയാവുന്ന ഒരു കാര്യം വൈറസുകളെ കുറിച്ചിട്ടാണ് അല്ലെ. അപ്പൊ അത് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അതിൽ കയറി പറ്റുന്നത് കൊണ്ടാണ് നമ്മുടെ എന്താണ് കമ്പ്യൂട്ടർ സിസ്റ്റം വളരെ സ്പീഡിൽ ഒന്നും വർക്കിംഗ് ആവാത്തത്. സോ അങ്ങനെ വരുമ്പോൾ മാൽവെയർ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇറ്റ്സ് ഔട്ട്ലൈൻഡ് ടു ഡാമേജ് ഓർ അറ്റൈൻ അൺഓതറൈസ്ഡ് എൻട്രി ടു സിസ്റ്റം അല്ലെ. അവര് ഒന്നില്ലെങ്കിൽ നശിപ്പിച്ച് കളയുക, അല്ലെങ്കിൽ ഒരു അല്ലെ ഓതറൈസ് തന്നെ ശരിയായ രീതിയിൽ അല്ലാത്ത രീതിയിൽ സിസ്റ്റത്തിലേക്ക് കയറി പറ്റി സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് ഒക്കെ നേടിയെടുക്കുക, അല്ലെങ്കിൽ നോർമൽ ആയിട്ടുള്ള കമ്പ്യൂട്ടറിന്റെ ഓപ്പറേഷനെ നശിപ്പിച്ച് കളയുക അല്ലെ. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഏതൊരു പ്രവർത്തനയും നമുക്ക് മാൽവെയർ എന്ന് പറയാം. ഓക്കെ, നമുക്കറിയാം നമ്മളിപ്പോ പഠിക്കുന്നത് മുഴുവനും എന്താണ് ഓൺലൈൻ സെക്യൂരിറ്റിയെ കുറിച്ചിട്ടാണ് അല്ലെ. അതായത് പലതരത്തിലുള്ള ത്രെഡ്സുകൾ, നമ്മൾ ഭീഷണികൾ നമ്മുടെ കമ്പ്യൂട്ടറിനെയും ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അതിലെ ഫസ്റ്റ് വണ്ണാണ് മാൽവെയർ എന്നുള്ളത്. ഈ മാൽവെയർ എന്ന് പറയുന്ന ഒരു എന്താണ് മലീഷ്യസ് സോഫ്റ്റ്വെയർ ആണ്. ഈ സോഫ്റ്റ്വെയർ വ്യാപിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ കമ്പ്യൂട്ടറിലെ പ്രവർത്തനങ്ങളൊന്നും സുഗമമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കാതെ വരും അല്ലെ. അത് സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസിനൊക്കെ അത് നശിപ്പിച്ചു കളയും. സോ അത് നല്ല കൃത്യമായിട്ടുള്ള രീതിയിൽ അതിന്റെ പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിയിരുന്നു. ഓക്കെ ആണോ? മാൽവെയർ എന്താന്നുള്ളത് ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ ആ ഒരു ഷോർട്ട് ഫോം ഒക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. എന്താണ് മാൽവെയർ എന്നുള്ളത് നിങ്ങൾ ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, എന്താണ് നെക്സ്റ്റ് നോക്കാനുള്ളത്? ഫിഷിംഗ്. ഫിഷിംഗ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഫിഷിംഗ് അല്ലെ, ഒരു വലയിട്ട് മീനെ പിടിക്കുന്ന ഒരു കേസ് എടുക്കും അല്ലെ. വലയിടുമ്പോൾ എന്താ പ്രത്യേകത? മീനുകളൊക്കെ അതിൽ കുടുങ്ങും അല്ലെ. വല ഇടുകയും ചെയ്യും, മീനുകൾ എന്താണ് അതിലേക്ക് ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിലെ പെടും. അപ്പൊ ഫിഷിംഗും എന്താണെങ്കിലും കമ്പ്യൂട്ടറിലും നമുക്ക് ഈ രീതിയിൽ തന്നെ വിശേഷിപ്പിക്കാം. എന്താണെന്ന് നോക്കാം. ഫിഷിംഗ് ഇൻവോൾവ്സ് എന്താണ് deceitful attempts to deceive users into providing sensitive information like passwords, credit cards, details or personal data. Okay, അതായത് ഇവിടെ നമ്മൾക്ക് പ്രധാനമായിട്ട് മനസ്സിലാക്കാനായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ശരിയായ ഒരു നിലപാടല്ല അല്ലെ. ഫിഷിംഗ് എന്ന് പറയുന്നത് ഒരു വഞ്ചനാപൂർവമായിട്ടുള്ള കാര്യം തന്നെയാണ്. അതുകൊണ്ടാണ് അവിടെ പറയുന്നത് ഫിഷിംഗ് ഇൻവോൾവ്സ് deceitful attempts അല്ലെ, വഞ്ചനാപൂർവമായിട്ടുള്ള ഒരു അറ്റംപ്റ്റ് ആണ് to deceive users into providing sensitive information like the password, credit card details or personal data. Personal data, credit card details or password,
അല്ലെ മറ്റു തരത്തിലുള്ള സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് ഒക്കെ അടിച്ചു മാറ്റുന്നത് അല്ലെ. ആ ഒരു രീതിയിൽ വഞ്ചനാപരമായിട്ടുള്ള പ്രവർത്തനത്തിനെയാണ് നമ്മൾ ഫിഷിംഗ് എന്ന് പറയുന്നത്. Phishing attacks often take the form of deceptive emails, websites, or messages that imitate legitimate entities, tricking users into revealing their information. അതായത് നിയമസാധ്യതയോട് കൂടിയിട്ട് കുറച്ച് വെബ് അഡ്രസ് ഒക്കെ കൊടുത്തിട്ട് നിങ്ങളുടെ ഇൻഫോർമേഷൻസ് അയക്കണം, നിങ്ങളുടെ നമ്പർ അയക്കണം അല്ലെ. ഇപ്പോഴും നമ്മള് ആദ്യമൊക്കെ നമ്മൾ ഫോണൊക്കെ വിളിക്കുമ്പോൾ ആദ്യം അല്ലെ ലോക്കൽ ഫോണൊക്കെ വിളിക്കുമ്പോൾ നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ എല്ലാവരും വിശ്വസിക്കരുത് അല്ലെ, എല്ലാവർക്കും എല്ലാ നമ്പേഴ്സും പകർന്നൊന്നും കൊടുക്കരുത്, വ്യാജമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാം എന്നുള്ള രീതിയിലൊക്കെ മെസ്സേജുകൾ ഉണ്ടാവും അല്ലെ. അതിന് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇവരെന്ത് ചെയ്യും, ഒരു ലെജിസ്ലേറ്റീവ് ആയിട്ടുള്ള എൻറ്റിറ്റീസ്, അതായത് നിയമപരമായിട്ടുള്ള ഒരു എൻട്രി ആണെന്നുള്ള രീതിയിൽ തന്നെയായിരിക്കും എന്തെങ്കിലും മെയിലും അല്ലെങ്കിൽ വെബ്സൈറ്റ് അഡ്രസ്സുകളൊക്കെ കൊടുക്കുന്നത്. അപ്പൊ എന്താണ് അവിടെ കൺസ്യൂമേഴ്സ് ആയിട്ടുള്ള മൊബൈൽ യൂസ് ചെയ്യുന്ന വ്യക്തികളൊക്കെ എന്താണ് അവർ അവരുടേതായിട്ടുള്ള വിവരങ്ങളെല്ലാം തന്നെ ആ മെയിലിലേക്കോ വെബ്സൈറ്റ് അഡ്രസ്സിലേക്കൊക്കെ എൻ്റർ ചെയ്ത് കൊടുക്കും. സ്വാഭാവികമായിട്ടും ഇവര് എന്താണ് വഞ്ചനാപരമായിട്ടുള്ള പരിപാടികളാണ് ഒപ്പിക്കുന്നത്. അതായത് എന്താണ് ക്രെഡിറ്റ് കാർഡിന്റെ ഡീറ്റെയിൽസോ പാസ്വേഡുകളൊക്കെ തട്ടിയെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കുന്നത്. ചിലപ്പോ എന്താണ് വ്യക്തമായിട്ട് ചിലപ്പോൾ ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വരില്ല, കാരണം നിയമപരമായിട്ടുള്ള ഒരു ലെജിറ്റിമേറ്റ് എൻറ്റിറ്റീസ് ആണ്, നിയമപരമായിട്ടുള്ള ഒരു സാധ്യതയോട് കൂടിയിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ അവര് അല്ലെ പ്രവേശിക്കുന്നത്, നമ്മുടെ വെബ് അഡ്രസ്സിലേക്കൊക്കെ പ്രവേശിക്കുന്നത്. സോ നമ്മൾ ഇൻഫോർമേഷൻസ് ഒക്കെ അവർക്ക് അറിയാതെ ലഭ്യമാക്കി കൊടുത്തു. അവസാനം നമുക്കറിയാം എന്തെങ്കിലും ഫിനാൻഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ട് കഴിയുമ്പോഴായിരിക്കും ഓക്കെ ഇത്തരത്തിലുള്ള വെബ് അഡ്രസ് ഒക്കെ കൈമാറിയത് ചെന്മാർക്കായിരുന്നു എന്ന് തോന്നിപ്പോകുന്നത് അല്ലേ. അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നമ്മൾ കേൾക്കാറില്ലേ അല്ലേ? ഓക്കെ, അപ്പൊ ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ കമ്പ്യൂട്ടറൊക്കെ യൂസ് ചെയ്യുന്ന ഒരു പ്രവർത്തകര് അല്ലെ ആണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ എന്തെങ്കിലുമൊക്കെ കയറിപ്പറ്റി അല്ലെ മാൽവെയർ എന്ന് പറയുമ്പോൾ സിസ്റ്റത്തിലേക്ക് എന്തെങ്കിലും കയറിപ്പറ്റിയിട്ട് നമ്മുടെ സാധാരണ പ്രവർത്തനങ്ങളെ നശിപ്പിച്ച് കളയുന്ന രീതിയാണ്. ഫിഷിംഗ് എന്ന് പറയുമ്പോൾ അവരെന്താണ് വ്യക്തികൾ അല്ലെ അവിടെ ട്രാക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരെന്താണ് തന്ത്രപരമായിട്ടുള്ള രീതിയിൽ ട്രിക്കിംഗ് അല്ലെ, ട്രിക്കിംഗ് യൂസേഴ്സ് എന്ന് പറയുന്നത് അവര് തന്ത്രപരമായിട്ടുള്ള രീതിയിൽ തന്നെയായിരിക്കും അറ്റാക്ക് ചെയ്യുന്നത്. അതായത് നിയമപരമായിട്ടുള്ള കാഴ്ചപ്പാടോട് കൂടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. അങ്ങനെ നമ്മുടെ ഇൻഫോർമേഷൻസ് ഒക്കെ അവർക്ക് കൃത്യമായിട്ട് ഓപ്പൺ ചെയ്ത് കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും അവരത് മിസ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് പോയിന്റ് നോക്കുകയാണെങ്കിൽ ഐഡന്റിറ്റി തെഫ്റ്റ്. Identity theft എന്താണെന്ന് നോക്കാം. Identity theft happens when someone appears and uses another person's personal information such as social security numbers, credit card details or login credentials without their permission. Okay. തീർച്ചയായിട്ടും നമുക്കറിയാം ഇവരുടെ പെർമിഷൻ ഒന്നും ഇല്ലാതെ തന്നെയാണ് യൂസ് ചെയ്യുകയെങ്കിൽ അല്ലെ. ഇപ്പൊ എന്താണ് എന്തെങ്കിലും കടലാസ് പേപ്പറുകളൊക്കെ, അതായത് മുദ്ര പേപ്പറുകളോ എന്തെങ്കിലുമൊക്കെ അല്ലെ അവരുടെ എന്തെങ്കിലുമൊക്കെ കൃത്യമായിട്ടുള്ള ഒരു നിയമപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്താണ് അതിലെല്ലാം തന്നെ അവർ കൈകടത്തിയിട്ട് കുറച്ച് കാര്യങ്ങൾ ഭേദഗതികളൊക്കെ വരുത്തിയിട്ട് യൂട്ടിലൈസ് ചെയ്യുന്ന രീതിയാണ് ഐഡന്റിറ്റി തെഫ്റ്റ്. അതായത് അവരുടെ ഐഡന്റിറ്റിയെയാണ് അവര് തെഫ്റ്റ് ചെയ്തെടുത്തിട്ട് അത് യൂട്ടിലൈസ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും എന്താണ് ഐഡന്റിറ്റി തെഫ്റ്റ് ഹാപ്പൻസ് വെൻ സമ്മൺ അപ്പിയർ ആൻഡ് യൂസസ് അനദർ പേഴ്സൺസ് പേഴ്സണൽ ഇൻഫോർമേഷൻസ്. മറ്റു പേഴ്സൺസിന്റെ പേഴ്സണൽ ഇൻഫോർമേഷൻസ് ഒക്കെ അല്ലെ അവര് സോഷ്യൽ സെക്യൂരിറ്റിയോട് കൂടിയിട്ടുള്ള നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം തെഫ്റ്റ് ചെയ്തെടുത്തിട്ട് അതിൽ ലോഗിൻ ചെയ്തിട്ട് എന്താണ് നമ്മളാണ് ഇതിന്റെ കോണർ എന്നുള്ള നിലയിൽ എന്താണ് കൃത്യമായിട്ടുള്ള കളവ് പരിപാടികൾ നടത്തുന്ന ഒരു രീതിയാണ് ഐഡന്റിറ്റി തെഫ്റ്റ്. അപ്പൊ ഐഡന്റിറ്റിയാണ് തെഫ്റ്റ് ചെയ്യുന്നത്. തന്നെ ആ ഐഡന്റിറ്റി ഉപയോഗിച്ചിട്ട് കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോയിട്ട് മിസ്യൂസ് ചെയ്യുന്ന രീതിയാണ് ഐഡന്റിറ്റി തെഫ്റ്റ് എന്ന് പറയുന്നത്. നമുക്കറിയാം വിത്തൗട്ട് പെർമിഷൻ ഇല്ലാതെയാണ് അവിടെ ഐഡന്റിറ്റി തെഫ്റ്റ് ചെയ്യുന്നത്. Then this can end in a financial loss, unauthorized entry to accounts and damage to an individual's reputation. ഓക്കെ, നമുക്കറിയാം എന്തെങ്കിലും അല്ലെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ലോസ് വരുമ്പോഴോ അല്ലെങ്കിൽ അക്കൗണ്ട്സിലൊക്കെ അൺഓതറൈസ്ഡ് ആയിട്ടുള്ള എൻട്രികൾ അല്ലെ കാര്യങ്ങളൊക്കെ വരുമ്പോഴൊക്കെ ആയിരിക്കും ഇത് മനസ്സിലാക്കുന്നത്. ഓക്കെ, ഇതിലെന്തോ ആരൊക്കെയോ കയറി പറ്റിയിട്ടുണ്ട്, നമ്മുടെ ഐഡന്റിറ്റിയിലാണ് കയറി പറ്റിയേക്കുന്നത്, അതല്ലെങ്കിൽ ഇൻഡിവിജ്വൽസിന്റെ റെപ്യൂട്ടേഷൻ അല്ലെ
ചിലപ്പോൾ നമ്മുടെ സ്ഥാപനങ്ങളുടെ സ്ഥാപനത്തിന്റെ സൽപ്പേരുകൾ അല്ലെങ്കിൽ വ്യക്തികളുടെ സൽപ്പേരുകളൊക്കെ നശിപ്പിക്കാൻ പര്യാപ്തമായിരിക്കും അല്ലെ, അവരുടെ ഐഡന്റിറ്റിക്ക് കളങ്കം വരുത്തുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടൊക്കെ അവരുടെ പേജുകളിലൊക്കെ കയറിയിട്ട് അല്ലെ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തു. ഇപ്പൊ ഇൻ കേസ് ഒരു പേപ്പർ ഡ്രസ് അല്ലെ, അവിടെ ഐഡന്റിറ്റി നമ്മളുടെ ഐഡന്റിറ്റി എന്നുള്ള രീതിയിൽ കയറിയിട്ട് അല്ലെ, ഒരു വ്യാജന്മാർ അങ്ങനെയാണ് ചെയ്യുക, അവരുടെ ഐഡന്റിറ്റി എന്നുള്ള രീതിയിൽ കയറിയിട്ട് അവരെന്താണ് അത് ബിസിനസ് ചെയ്യും. ചിലപ്പോൾ ആണെങ്കിൽ ഫിനാൻഷ്യലി കാര്യങ്ങളൊക്കെ നേടിയെടുക്കും. അതേമാതിരി തന്നെ ചിലപ്പോൾ സൽപ്പേരുകളൊക്കെ അല്ലെ, എന്തെങ്കിലും മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ വിളിച്ചു കിട്ടുമ്പോൾ ചിലപ്പോൾ ആക്ച്വലി അവരെന്നായിരിക്കില്ല, പക്ഷെ മറ്റുള്ളവരിലേക്കൊക്കെ കുറച്ച് വ്യാജ ഇൻഫോർമേഷൻസ് ഒക്കെ പാസ് ഔട്ട് ഒക്കെ ചെയ്ത് അവരാ ഒരു റെപ്യൂട്ടേഷനെ അല്ലെ പ്രശസ്തിയൊക്കെ നശിപ്പിച്ച് കഴിയുന്ന തരത്തിലുള്ള തെഫ്റ്റിനെയാണ് നമ്മൾ ഐഡന്റിറ്റി തെഫ്റ്റ് എന്ന് വിശേഷിപ്പിക്കുന്നത്. ഓക്കെ, ജസ്റ്റ് വായിച്ചു നോക്കുക. ഒരെണ്ണം കൂടെ പറയാലോ. ഇതല്ലേ ഐഡന്റിറ്റി തെഫ്റ്റും ഫിഷിങ്ങും ദെൻ മാൽവെയറും ഓക്കെ അല്ലേ? നമുക്ക് ഒരെണ്ണം കൂടി നോക്കാം. എന്താണ് ഡാറ്റ ബ്രീച്ചസ്. ഓക്കെ, എന്താണ് ഡാറ്റ ബ്രീച്ചസ് എന്നുള്ളത് നോക്കാം. Data breaches include unauthorized entry to sensitive information like personal records. malware നോക്കാം, കാരണം നമുക്ക് കൂടി അല്ലെ ബാക്കി നമുക്ക് നാളെ എഴുതാൻ പ്രശ്നമില്ല, പക്ഷെ ഇന്നത്തെ ഡൗട്ട് ഇന്ന് തന്നെ തീർത്ത് പോകാനായിട്ട് ശ്രമിക്കാം. മാൽവെയർ എന്ന് പറയുന്നത് ഒരു ഷോർട്ട് ഫോർ മലീഷ്യസ് സോഫ്റ്റ്വെയർ അല്ലെ, മലീഷ്യസ് സോഫ്റ്റ്വെയർ ആണ്, ഷോർട്ട് ഫോം ആണ്. അതായത് മാൽവെയറിന്റെ ഷോർട്ട് ഫോം എന്ന് പറയുന്നത് മലീഷ്യസ് സോഫ്റ്റ്വെയർ ആണ്. ദെൻ അതൊരു സോഫ്റ്റ്വെയർ ആണ് അല്ലെ. സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു പ്രോഗ്രാം സെറ്റ് ചെയ്തേക്കുന്നതാണ്. ആ ഒരു രീതി അനുസരിച്ചിട്ട് കൺസിസ്റ്റ് ഓഫ് വൈറസ്, ബോംസ്, ട്രോജൻസ്, റാംസ്വെയർ ആൻഡ് സ്പൈവെയർ അല്ലെ. ഈ രീതിയിൽ നമുക്കറിയാം ആ സോഫ്റ്റ്വെയർ മുഖേന ഈ വൈറസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ നമ്മുടെ സിസ്റ്റം ഒരുപാട് സിസ്റ്റം നമ്മള് നല്ല രീതിയിൽ വർക്ക് മുന്നോട്ട് പോകുന്ന ഒരു സ്ഥാപനമൊക്കെ ആണെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിൽ ചില വൈറസുകൾ അങ്ങനെ നിക്ഷേപിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റത്തിന്റെ വർക്കിന്റെ എവിടെയെങ്കിലൊക്കെ തടസ്സങ്ങൾ നേരിടാൻ സാധ്യതയുണ്ട്. അതായത് നമുക്ക് പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്ത് പോകാനായിട്ട് സാധിക്കുകയില്ല. വൈറസ് ബാധിച്ചു എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിന്റെ ആ ഒരു ഫ്ലോ അല്ലെ, ആ ഒരു ഒഴുക്ക് നഷ്ടപ്പെടുത്തുന്ന ഒരു രീതിയാണ് അവിടെ നടപ്പാക്കുന്നത്. Malware is outlined to damage or attain unauthorized entry to system അല്ലെ. സിസ്റ്റത്തിലേക്ക് അൺഓതറൈസ്ഡ് ആയിട്ടാണ് അല്ലെ നമ്മൾ ചിലപ്പോഴൊക്കെ ചില കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ വേണ്ടാന്ന് വെക്കും, നമ്മളത് ക്ലിക്ക് ചെയ്യില്ല, കാരണം നമ്മളെ ബാധിക്കാത്തതായതുകൊണ്ട്. നമ്മളത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലേക്ക് ചിലപ്പോൾ ആ ഒരൊറ്റ ക്ലിക്കിൽ തന്നെ എന്താണ് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ അതിൽ ഉൾപ്പെടാനായിട്ട് സാധ്യതയുണ്ട്. നമ്മുടെ സിസ്റ്റത്തിനെ അത് നശിപ്പിച്ച് കളയും. സെൻസിറ്റീവ് ഇൻഫോർമേഷൻ ഓർ ഡാമേജ് നോർമൽ കമ്പ്യൂട്ടർ ഓപ്പറേഷൻസ്, അതായത് നല്ല സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസിനെയും അത് നശിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ നോർമൽ ആയിട്ട് അല്ലെ നമ്മുടെ ഡെയിലി വർക്കിനെ അത് തടസ്സം വരുത്തുന്നു അല്ലെ. ഡാമേജ് നോർമൽ കമ്പ്യൂട്ടർ ഓപ്പറേഷൻ, നമ്മൾ സാധാരണ രീതിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ പ്രവർത്തനത്തിനെ അത് നശിപ്പിച്ചു തടസ്സം വരുത്തി തീർക്കുകയാണ് പ്രധാനമായിട്ട് ചെയ്യുന്നത്. അപ്പൊ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് മാൽവെയർ എന്ന് പറയുന്ന ഒരു പ്രധാനമായിട്ടും ഒരു സോഫ്റ്റ്വെയർ ആണെന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. അതോടൊപ്പം തന്നെ അതിൽ എന്തൊക്കെയാണ് ഉൾക്കൊള്ളുന്നതെന്നും ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കുക. വൈറസ്, ബോംസ്, ട്രോജൻസ്, റാംസ്വെയർ ഇതെല്ലാം അതില് ഉൾപ്പെടുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഓർത്ത് വെക്കുക. ഓക്കെ, ക്ലിയർ ആണോ? ഇനി വേറെ എന്തെങ്കിലും?
ഓക്കെ, അപ്പൊ അതൊരു മാൽവെയറിനെ കുറിച്ചിട്ട് ഡീപ്പായിട്ട് അറിയണമെങ്കിൽ ഒന്ന് മനസ്സിലാക്കി വെക്കുക. അതായത് ഈ പറഞ്ഞ മാതിരി ഡിവൈസിനെ നെറ്റ്വർക്കിനെ ഹാം ചെയ്യാൻ, ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന സോഫ്റ്റ്വെയർ ആണ്. അതായത് നമ്മുടെ കമ്പ്യൂട്ടറുകൾക്ക് കൃത്യമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രവർത്തനത്തിനെ തടസ്സം ഉണ്ടാക്കി തീർക്കാനുള്ള ഒരു മനോഭാവത്തോട് കൂടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് മാൽവെയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയർ നമുക്ക് ഹാർംഫുൾ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള എല്ലാ സോഫ്റ്റ്വെയറിനെ നമുക്ക് എന്ത് വിശേഷിപ്പിക്കാം? മാൽവെയർസ് എന്ന് വിശേഷിപ്പിക്കാം. സോ വൈറസ് നമ്മളുടെ ഇതിലേക്ക് കടന്നു കൂടുമ്പോൾ അത് നമ്മുടെ പ്രവർത്തനത്തിനെ തടസ്സം നേരിടുന്നു. സോ അതിനെ നമ്മൾ എന്തെന്ന് വിശേഷിപ്പിക്കാം? മാൽവെയർ എന്ന് വിശേഷിപ്പിക്കാം. വോംസ് ആണെങ്കിൽ, ട്രോജൻസ് ആണെങ്കിൽ, ഇങ്ങനെയുള്ള സോഫ്റ്റ്വെയർസ് ആണ്, പ്രോഗ്രാംഡ് സോഫ്റ്റ്വെയർസ് ആണ്. ഇതെല്ലാം നമ്മുടെ സിസ്റ്റത്തിലേക്ക് കയറി പറ്റിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പ്രോഗ്രാം സുഗമമായിട്ട് നടത്തിക്കൊണ്ട് പോകാനായിട്ട് സാധിക്കാതെ വരുന്നു. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഐഡന്റിറ്റി തെഫ്റ്റ് എന്ന് പറയുമ്പോൾ മനസ്സിലാക്കുക, അതായത് നമ്മുടെ ഐഡന്റിറ്റിയെ, അതായത് നമുക്കൊരു ഇമെയിൽ ഐ ഡി ഉണ്ടാവും, നമ്മുടെ അല്ലെ അവിടെ എന്താണ് ക്രെഡൻഷ്യൽസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മുദ്ര പേപ്പറുകൾ, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ട് അല്ലെ, പേപ്പർ വർക്കുകൾ. ഇതൊക്കെ നമ്മൾ ചിലപ്പോൾ വേണമെങ്കിൽ അല്ലെ അത് സേഫ് ആയിട്ട് സൂക്ഷിക്കുന്നത്, സെക്യൂരിറ്റി സൂക്ഷിക്കുന്ന രീതിയിൽ തന്നെ നമ്മൾ അത് സൂക്ഷിച്ചു പോകുന്നുണ്ടാവും. പക്ഷെ അതിന്റെയൊക്കെ ഡീറ്റെയിൽസുകളെല്ലാം അല്ലെ ആ ഒരു ഐഡന്റിറ്റി എന്ത് ചെയ്യും? അവര് ചൂഷണം ചെയ്തെടുക്കുന്നു അല്ലെ. അവിടെ ക്രെഡിറ്റ് കാർഡിന്റെ ഡീറ്റെയിൽസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾക്കുള്ള ക്രെഡിറ്റ് കാർഡ് ആണെങ്കിൽ നമ്മുടെ ക്രെഡിറ്റ് കാർഡിന്റെ ഡീറ്റെയിൽസ് അവർ ചൂഷണം ചെയ്തെടുക്കുന്നു. ദെൻ അവര് ആ ഒരു നമ്മുടെ പേര് വെച്ചുകൊണ്ട് തന്നെ എന്താണ് ഓപ്പൺ ചെയ്തുകൊണ്ട് അവരവരുടേതായിട്ടുള്ള അക്കൗണ്ട്സ് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തു പോവുകയാണ് ചെയ്യുന്നത്. സോ പേഴ്സണൽ ഇൻഫോർമേഷൻസ് നമ്മൾ വിട്ടുകൊടുക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ എന്താണ് ഓപ്പൺ മൈൻഡോട് കൂടിയിട്ട് ചിലപ്പോൾ വേണമെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അവര് തഫ്റ്റുകാര് നമ്മൾക്ക് പേഴ്സണൽ ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് ചോദിക്കുമ്പോൾ നമ്മൾ അറിയാതെയാണ് പേഴ്സണൽ ഇൻഫോർമേഷൻസ് അവർക്ക് വിട്ടുകൊടുക്കുന്നത്. സോ ആ ഒരു ഐഡന്റിറ്റി ചൂഷണം ചെയ്തെടുത്തിട്ടാണ് അവരെന്ത് ചെയ്തത്? നമ്മുടെ ബുക്കും പേപ്പറൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അവരുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നേടിയെടുക്കുന്നത്, ആവശ്യങ്ങളൊക്കെ നിറവേറ്റിക്കൊണ്ടത്. അത് നമ്മൾക്ക് എപ്പോഴാണ് മനസ്സിലാക്കുന്നത്? എന്റെ ഫിനാൻഷ്യൽ ലോസും കാര്യങ്ങളൊക്കെ വരുമ്പോഴായിരിക്കും ഓക്കെ നമ്മുടെ ഐഡന്റിറ്റി ആരോ മിസ്യൂസ് ചെയ്തിട്ട് നമ്മുടെ അക്കൗണ്ടിൽ നിന്നൊക്കെ ഫിനാൻസ് നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കുന്നത്. സോ എപ്പോഴും നമ്മൾ എന്താണ് എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും വെളിപ്പെടുത്തി കൊടുക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക. നമ്മൾ സെക്യൂർ ആയിട്ടുള്ള വ്യക്തികൾക്ക് മാത്രം എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽസുകളൊക്കെ അല്ലെ പകർന്നു കൊടുക്കുക. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും പറയില്ല, ഫോണൊക്കെ അറിയാത്തവർക്കൊന്നും മിസ്യൂസ് ചെയ്യാനായിട്ട് ഓപ്പൺ ആക്കിയൊന്നും കൊടുക്കരുത്. കാരണം അവരൊക്കെ ഡീറ്റെയിൽസുകളൊക്കെ കളക്ട് ചെയ്ത് നമ്മൾ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന പല ഡീറ്റെയിൽസ് ഒക്കെ അവർ ചൂഷണം ചെയ്തെടുക്കാനൊക്കെയുള്ള സാധ്യതകളുണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? ഐഡന്റിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ അക്കൗണ്ട്, നമ്മുടെ പാസ്വേഡ്, ഓക്കെ അതൊക്കെയാണ്. വേറെ എന്തെങ്കിലും? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ അതിന്റെ ബാലൻസ് എടുക്കാം. ഓക്കെ, ഞാൻ അൺമ്യൂട്ട് ആക്കിയിട്ടുണ്ട്. ഓക്കെ, വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? 3 പോയിന്റ് എടുത്തിട്ടുള്ളൂ: മാൽവെയർ, ഫിഷിംഗ്, ഐഡന്റിറ്റി തെഫ്റ്റ്. എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാണ് മെസ്സേജുകൾ അയക്കുമ്പോൾ. ഫിഷിംഗ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അതേമാതിരി തന്നെ പാസ്വേഡും കാര്യങ്ങളൊക്കെ അല്ലെ അവര് മെയിൽ ചോദിക്കുമ്പോഴൊക്കെ നമ്മൾ അവിടെ എന്താണ് കൃത്യമായിട്ട് പറയുന്നുണ്ട്, ലെജിറ്റിമേറ്റ് എന്റിറ്റീസ് അല്ലെ, അവിടെ നിയമപരമായിട്ടുള്ള വ്യക്തികളാണെന്നുള്ള ഒരു മനോഭാവത്തോടു കൂടിയിട്ട് വെളിപ്പെടുത്താനായിട്ട് ആവശ്യപ്പെടുന്നത്. സോ അവരെ വിശ്വസിച്ചുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഓപ്പൺ ചെയ്ത് കൊടുക്കും. സോ അങ്ങനെ അവര് അത് മിസ്യൂസ് ചെയ്യുന്ന രീതിയാണ്. അത് നമ്മളെ അക്കൗണ്ട്സും പാസ്വേഡൊക്കെ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. അതേസമയം ഇവര് എന്താണ് സംഭവിക്കുന്നത്? ഐഡന്റിറ്റി theft happen when someone acquires and uses another person's personal information such as social security numbers, credit details അല്ലെ. അവിടെ പേഴ്സൺസിന്റെ ഇൻഫോർമേഷൻസ് എല്ലാം തന്നെ എന്താണ് എങ്ങനെയെങ്കിലും നേടിയെടുക്കുകയാണ് അല്ലെ. acquires and uses അങ്ങനെ പേഴ്സൺസിന്റെ ഇൻഫോർമേഷൻസും അല്ലെ ഡീറ്റെയിൽസുകളെല്ലാം കേസ് അതിൽ പ്രധാനമായിട്ടും പറയുന്നുണ്ട് എന്താണ് അൺഓതറൈസ്ഡ് എൻട്രി ടു അക്കൗണ്ട്സ് അല്ലെ. അക്കൗണ്ട്സിലേക്കൊക്കെ അവിടെ നിയമപരമായിട്ടുള്ള രീതിയിലല്ലാതെ തന്നെ കയറി പറ്റുകയാണ് അല്ലെ. മറ്റുള്ളവരെ തെറ്റിദ്ധരിച്ചുകൊണ്ട് തന്നെ കയറി പറ്റിയിട്ടാണ് അവിടെ യൂട്ടിലൈസ് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കി എടുക്കാം. വർഷം കൂടിയുണ്ട്, ഒരു 8 പോയിന്റ്സ് ആണ് ഉള്ളത്. ഓക്കെ, പിന്നെ മാർക്കറ്റിംഗ്, ഓഡിറ്റിംഗ് ഒക്കെ ഒന്ന് റിവൈസ് ചെയ്യാം. വേറെ ഏതെങ്കിലും ചാപ്റ്റർ? നമുക്കൊന്ന് നോക്കാം. ഓക്കെ, 2 ചാപ്റ്റർ നമുക്ക് ദിവസം നമുക്കൊന്ന് ഒന്നുകൂടി റിവൈസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.